ഞാൻ ജനിച്ചത് ജന്മദേശം എന്ന് പറയാനുള്ളത്, അങ്ങനെ പറയേണ്ടത് എറണാകുളത്തെ എടപ്പള്ളിയാണ്. അവിടെ അമ്മയുടെ വീട് അവിടെയാണ്. അതുകൊണ്ട് അവിടെ ജനിച്ചു. പക്ഷേ എൻ്റെ നാട് എന്ന് പറയാൻ അതില്ല. ജനിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ സ്ത്രീകൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമല്ലോ. അങ്ങനെ അമ്മ തൃശ്ശൂര് വന്നു. തൃശ്ശൂരാണ് ഞാൻ വളർന്നത്. തൃശ്ശൂരാണ് എൻ്റെ നാട്. എൻ്റെ അച്ഛൻ ഇന്ത്യൻ കോഫി ഹൗസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു. NS പരമേശ്വരൻ പിള്ള എന്നാണ് അച്ഛൻ്റെ പേര്. ഇപ്പോൾ ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അമ്മ ഇതേ മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ മെമ്പറിൽ ഒരാളാണ്. അന്ന് അങ്ങനെയാണ് തുടങ്ങിയത്. അത് തുടങ്ങാൻ പോലും മിനിമം ആളുകളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചില പ്രവർത്തകരുടെ ജീവിത പങ്കാളികൾ കൂടി അതിൽ വന്നു. അങ്ങനെ അമ്മയും വന്നു. അങ്ങനെ തൃശ്ശൂരാണ് അവർ സെറ്റിൽ ചെയ്തിരുന്നത്. രണ്ടുപേരുടെയും നാട് അതല്ല, പക്ഷേ എൻ്റെ നാട് തൃശ്ശൂരായി മാറി. അങ്ങനെ ആ അർത്ഥത്തിൽ നാടിന്ന് നാടുകളിലേക്ക് പോകുന്ന പുതിയ മലയാളികളിൽ ഒരാളാണ് ഞാൻ. എൻ്റെ നാട് ഏതാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ എന്ന് ഞാൻ പറയും. ജന്മസ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എടപ്പള്ളി എന്ന് പറയും. ഞാൻ പഠിച്ചത് UP 7ാം ക്ലാസ് വരെ പഠിച്ചത് തൃശ്ശൂർ നമ്പൂതിരി വിദ്യാലയം എന്ന് പറഞ്ഞ ചരിത്രപ്രധാനമായ ഒരു പള്ളിക്കൂടമാണത്. അവിടെയാണ് പഠിച്ചത്. അതിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അവിടെ പഠിച്ചു. 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് CMS ഹൈസ്കൂൾ എന്ന് പറഞ്ഞ് CMS സഭ തൃശ്ശൂർ തുടങ്ങിയ അതും ഒരു പ്രാചീന വിദ്യാലയം ആണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി C അച്യുതമേനോനെയൊക്കെ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു, പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ആ സ്കൂളിലാണ് 8 മുതൽ 10 വരെ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിക്കുന്നത് തൃശ്ശൂർ സെയിൻറ്റ് തോമസ് കോളേജ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കോളേജാണ്. ഡിഗ്രിയും PG പഠിച്ചതും ഗവേഷണ ബിരുദം എടുത്തതും കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിയായിട്ടാണ്, തൃശ്ശൂർ തന്നെ. അവിടെ വീട്ടിൽ സ്ഥിരമായി വരുത്തിയിരുന്ന ഒരു പത്രം ദേശാഭിമാനിയായിരുന്നു. ദേശാഭിമാനി വാരികയും അത് തുടങ്ങിയത് മുതൽ അച്ഛൻ വീട്ടിൽ വരുത്തുമായിരുന്നു. അപ്പോൾ നിത്യവായന ദേശാഭിമാനിയായിരുന്നു. ദേശാഭിമാനിയോടുള്ള ആ ആഭിമുഖ്യമായിരിക്കാം PG കഴിഞ്ഞ വഴിക്ക് ഞാൻ ദേശാഭിമാനിയിലെത്തി. ട്രെയിനിയായി, പത്രപ്രവർത്തക പരിശീലകനായിട്ട് അവിടെ ജോയിൻ ചെയ്തു. ഞാൻ ഇന്നും ഓർക്കുകയാണ്. അത് വൈവ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോഴാണ് ഈ നിയമന ഉത്തരവ് അത് വന്ന് കിടക്കുന്നത്, ഈ ക്ഷണം വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും ജോലി ഇല്ലാത്ത ഒരാളായിട്ട് നിൽക്കേണ്ടി വന്നില്ല. അതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ ഇതിലേക്ക് വന്നു എന്ന നില വന്നു. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ വന്നത്. അടിയന്തരാവസ്ഥ അന്നത്തെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തെ രണ്ടാക്കി മാറ്റിയ ഒരു ചരിത്ര സന്ദർഭം കൂടിയായിരുന്നു. അത് നമ്മളെയും ബാധിച്ചു. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിയുന്നതോടുകൂടി എമർജൻസി ഇല്ലാതാവുന്നു. പുതിയ ഒരു ഇതിലേക്ക് നമ്മൾ വരുന്നു. അപ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനു മുമ്പ് ഇന്ത്യൻ പ്രസിനെ കുറിച്ചൊരു ഫലിതം സാധാരണ പറയാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ, അതൊരു കാലത്ത് വലിയ ചരിത്ര റോള് അതിന് നിർവഹിക്കാനുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് ഇന്ത്യയിൽ പത്രപ്രവർത്തനം ശക്തമാവുന്നതും ഒരു പ്രസ്ഥാനമായി മാറുന്നതും മഹാപത്രാധിപന്മാരുണ്ടായി വരുന്നതും നമ്മുടെ മഹാനേതാക്കന്മാരെല്ലാം മഹാപത്രപ്രവർത്തകരും കൂടിയായിരുന്നു എന്ന തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പാരമ്പര്യം മാറിയിട്ട് ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി ഒരല്പം എന്താ പറയുക, അതിശയോക്തി കലർത്തിയ ഒരു ഫലിതമാണത്. ഇന്ത്യൻ പത്രപ്രവർത്തനം അതിൻ്റെ പല്ലും നഖമൊക്കെ കളഞ്ഞു കുളിച്ചു. അത് നെഹ്റു ആയിരുന്നു അതിൻ്റെ വിഷയം. അത് പറയുന്നത് നെഹ്റുവിനെ കുറിച്ചായിരുന്നു. അത് എഴുതുന്നത് നെഹ്റു എഴുതുന്നത് പോലെയായിരുന്നു പത്രങ്ങളിൽ എഴുതിയിരുന്നത്. അതിൻ്റെ ഒരു വായനക്കാരനാണ് ഉണ്ടായിരുന്നത്. സാങ്കല്പിക വായനക്കാരൻ നെഹ്റു തന്നെയായിരുന്നു എന്ന് പറയും. അതൊരു തമാശയായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയൊന്നുമല്ല. നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകൾ ശങ്കർ വരച്ചതും അതിൽ നിന്ന് എന്നെ ഒഴിവാക്കരുത് ഒരിക്കലും എന്ന് നെഹ്റു പറഞ്ഞതും ഒക്കെ നമുക്കറിയാം. ഇതൊരു ഫലിതമാണ്. പക്ഷെ ആ ഫലിതം ഒരു യാഥാർത്ഥ്യമായി മാറുന്നത് ഒരർത്ഥത്തിൽ എമർജൻസി കാലത്താണ്. അടിയന്തരാവസ്ഥ 75 മുതലുള്ള അടിയന്തരാവസ്ഥ കാലത്ത്. അന്ന് ഇന്ത്യൻ പ്രസ് മുട്ടിലഴയായിരുന്നു എന്നൊരു പരാമർശം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടാണ് 10ാം ക്ലാസ്സിലാണ് നമ്മൾ ഇത് വരുന്നത്. ഈ വിമർശനമൊക്കെ വരുന്നത് എമർജൻസി പിൻവലിക്കപ്പെടുന്ന 77 കൂടിയാണ്. അപ്പോഴാണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പോഴാണ്
അത് കഴിഞ്ഞ് അതുവരെ ഒരു സ്ലീപ്പിംഗ് പ്രസ് ആയിരുന്നുവെങ്കിൽ, അതിന് തൊട്ട് മുമ്പ് എമർജൻസി കാലത്ത് മുട്ടിലഴയുന്ന പ്രസ്സായിരുന്നെങ്കിൽ, പിന്നീട് കാണുന്നത് ഗർജിക്കുന്ന ഒരു പ്രസ്സിനെ ഇന്ത്യ കണ്ടു. അപ്പം നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ, ഫസ്റ്റ് ഡിഗ്രിക്കും ആ കാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതങ്ങ് വരികയാണ്. ഭഗൽപൂർ കണ്ണ് കുത്തിപ്പൊട്ടിക്കൽ, അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ബീഹാറിലെ ഭഗൽപൂരിൽ 32 എൻ്റെ ഓർമ്മ, 32 തടവുകാരെ പോലീസുകാർ കണ്ണിൽ ആസിഡ് ഒഴിച്ചിട്ട് അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടു. ആ വാർത്ത പുറത്തു വന്നു. വാർത്തയിലൂടെയാണ് വരുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകരും അത്തരത്തിലുള്ള സംഘടനകളും ഒക്കെ കൂടിയാണ് അത് പുറത്തു കൊണ്ടുവരുന്നത്. പക്ഷെ പ്രസ് അതങ്ങ് ഏറ്റെടുത്തു. ഇന്ത്യൻ പ്രസ് ഏറ്റെടുത്ത് അപ്പോഴാണ് ഗർജിക്കുന്ന പ്രസ്സിനെ, പൊരുതുന്ന പ്രസ്സിനെ, മനുഷ്യാവകാശം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്സിനെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് കാണുന്നത്. ഇതങ്ങ് ആവേശിച്ച്, സാധാരണ MA മലയാളമാണ് ഞാൻ പഠിച്ചത്. നമുക്ക് അഭിലഷിക്കാവുന്ന ഒരു ജോലി എന്ന് പറയുന്നത് നല്ല മികച്ച ജോലിയുമാണ്. അത് കോളേജ് അധ്യാപകനാണ്. കോളേജ് അധ്യാപകൻ കിട്ടാനുള്ള മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ തരത്തിലൊക്കെ തന്നെ പുറത്തു വരാനും കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും പത്രപ്രവർത്തനം ഒരു ആവേശമായി നിന്നു. അപ്പോഴാണ് ദേശാഭിമാനിന്ന് ഇങ്ങനൊരു പരസ്യം വരുന്നത്, പത്രപ്രവർത്തകരെ ക്ഷണിക്കുന്നു. ദേശാഭിമാനിയുടെ ചരിത്രത്തിൽ പോലും ആദ്യമാണ് ഒറ്റയ്ക്ക് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് വരുന്ന, CPIM-ന്റെ അനുഭാവികളൊക്കെ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ പ്രവർത്തകരായിട്ട് വരുന്ന ആളുകളിൽ എഴുതാൻ വാസനയുള്ളവരെ കണ്ടെത്തി അതിലേക്ക് നിയോഗിക്കുന്ന ഒരു രീതിയായിരുന്നു പാർട്ടിയുടെ പത്രം എന്ന നിലയ്ക്ക് അതിനുണ്ടായിരുന്നത്. അങ്ങനെ ദേശാഭിമാനിയിലെത്തി. അപ്പൊ ഈ ഒരു മാറിയ പത്രപ്രവർത്തനം നമ്മളെ ആവേശിച്ചൊരു കാലത്താണ് അവിടെ എത്തുന്നത്. കൊച്ചിയിൽ 1 മാസത്തെ പരിശീലനം, അതിനുശേഷം ആദ്യത്തെ 6 മാസം കോഴിക്കോട്ട് നിയോഗിച്ചു. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇത് പത്രപ്രവർത്തനം സംബന്ധിച്ച ഒരു കോളമായതുകൊണ്ട്, അങ്ങനെയുള്ളൊരു ഒരു ശേഖരം ആയതുകൊണ്ട് ആ പത്രപ്രവർത്തന പരിശീലനത്തെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് നേരിട്ട് ഇങ്ങ് വരുന്നതാണ്. എന്തെങ്കിലും സാമൂഹ്യ ബന്ധമുണ്ടായിരുന്നെങ്കിൽ അത് സംഘടനാ പ്രവർത്തനമായിരുന്നു. SFIയുടെയൊക്കെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ഞാൻ. ആ തരത്തിലുള്ളൊരു സാമൂഹ്യ ബോധവും പ്രതിബദ്ധതകളും ഒക്കെ നമുക്കുണ്ട്. അതോടുകൂടിയാണ് വരുന്നത്. പക്ഷെ പത്രപ്രവർത്തനം അതറിഞ്ഞൂടാ. അതിന് തൊട്ടു മുമ്പ് അക്കാലത്തെ എല്ലാ കുട്ടികളും ചെയ്തിരുന്നത് പോലെ കയ്യെഴുത്ത് മാസികകൾ, കയ്യെഴുത്ത് മാഗസിനൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അതിൽ ഭാഗഭാക്കായിരുന്നു. അതുപോലെ തന്നെ മിനി മാഗസിൻ പ്രവർത്തനം ഉണ്ടായിരുന്നു. ചില മിനി മാഗസിനുകളൊക്കെ ആയിട്ട് ഒക്കെ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ അതിൽ എഴുതുന്നുണ്ട്. സാകേതം എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഇറക്കിയിരുന്നൊരു മാസികയുണ്ട്. നാവ് എന്ന് പറഞ്ഞ് രാവുണ്ണി എന്ന് പറയുന്ന കവി, നമ്മളെല്ലാവരും അറിയുന്ന കവി ഇറക്കിയിരുന്ന മാഗസിനുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് സഹകരിക്കുന്നുണ്ട്. അത്തരം ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പത്രപ്രവർത്തനത്തിലേക്ക് വരുന്നത് ദേശാഭിമാനിയിലാണ്. ആ പത്രപ്രവർത്തനത്തില് പരിശീലനത്തില് 1 മാസത്തെ പരിശീലനത്തിന് രാഷ്ട്രീയം പഠിപ്പിക്കാൻ എത്തുന്നത് EMS മുതൽ ഉള്ള പാർട്ടിയുടെ ലെജൻഡറി നേതാക്കൾ മുതൽ ഉള്ള ആളുകളാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. രാഷ്ട്രീയ പത്രപ്രവർത്തനം പഠിപ്പിക്കാൻ വേണ്ടി ദേശാഭിമാനിയുടെ മുൻ പത്രാധിപര് P. ഗോവിന്ദപിള്ള ഉണ്ട്. പത്രാധിപർ തന്നെയായിട്ടുള്ള പ്രസിദ്ധ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാവൊക്കെ ആയിരുന്ന CP നാരായണനുണ്ട്. അവിടെയുള്ള പത്രപ്രവർത്തകരും കൂടിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ പത്രപ്രവർത്തനം പഠിപ്പിക്കാൻ വേണ്ടി തോമസ് ജേക്കബ് സാറും ഒപ്പം തന്നെ വേണുക്കുറുപ്പും എത്തിയിരുന്നു. ദേശാഭിമാനിയിൽ പുതുതായി അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടെടുത്ത പത്രപ്രവർത്തക വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ മനോരമയിൽ നിന്നും മാതൃഭൂമിയിൽ നിന്നും അവരെത്തി. വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാനത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്. ദേശാഭിമാനി അവരെ വിളിച്ചു, അവരത് സ്വീകരിച്ചു. അവരുടെ പത്രത്തിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ടുണ്ടായിരിക്കാം. അവരുടെ പത്രം അങ്ങനെയാണെങ്കിൽ അത് കൊടുത്തു. അങ്ങനെയാണ് വന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 1983 ഇത് നടക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെ കടന്നുപോയിരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഒരു സന്ദേശം ഉൾക്കൊള്ളുന്നതാണ്. ഇനിയും ഇത് കാണുന്നവരത് അറിയട്ടെ. ഒരാശയവും ഒരു പ്രയോഗവും സ്വയം പൂർണ്ണമല്ല. ഒരു ക്ലാസിക് ശില്പം പോലെ ഒന്നും അതിലേക്ക് ചേർക്കാനില്ല, ഒന്നും അതിൽ നിന്ന് എടുത്തു മാറ്റാനില്ല എന്ന് പറയുന്നത് പോലെ സ്വയം പരിപൂർണമായിട്ട് ഒന്നുമേയില്ല. സ്വയം പരിപൂർണമാകാൻ വേണ്ടി നമ്മൾ എപ്പോഴും മറ്റ് ആശയക്കാരുമായി, മറ്റ് പ്രയോഗ രീതികളുമായി, മറ്റ് സങ്കല്പങ്ങളുമായി, മറ്റ് വിചാരധാരകളും ആയി ഒക്കെ കൊടുത്തും വാങ്ങിയൊക്കെ തന്നെ നിൽക്കണം എന്ന ഒരു ഇത് അക്കാലത്തെ തന്നെ കിട്ടിയിരുന്നു. അങ്ങനെ പത്രപ്രവർത്തനത്തിന്റെ ഒരു പൊരുതുന്ന പത്രപ്രവർത്തകർ സ്ഥലത്തിലേക്കാണ് വരുന്നത് എങ്കിൽ പോലും പത്രപ്രവർത്തനം ഒരു ജനാധിപത്യ പാരമ്പര്യമാണ്.
ജനാധിപത്യമാണ് പത്രത്തെ ഉണ്ടാക്കിയത്, പത്രം കൂടിയാണ് ജനാധിപത്യത്തെ ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് പോലെ ജനാധിപത്യ പാരമ്പര്യമാണ് എന്നൊരു സങ്കല്പം അന്നേ ഉള്ളിൽ വരുന്നുണ്ട്. അങ്ങനെ പത്രപ്രവർത്തകനായി. അന്ന് പത്രപ്രവർത്തക പരിശീലനമാണെങ്കിൽ പോലും എടുത്തിരുന്നത് ഈ EMS ഒക്കെ വളരെ കർക്കശനായ ഒരു രാഷ്ട്രീയക്കാരൻ. നിത്യപ്രവൃത്തി എന്ന് പറയുന്നത് എതിരാളികളെ നേരിടുകയും അവരുടെ ആശയങ്ങളെ നിലംപരിശാക്കുകയും സ്വന്തം ആശയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുകയാണ് എന്ന മട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഞാൻ അപ്പോഴും കാണുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ജനാധിപത്യമാണ്. പത്രപ്രവർത്തനത്തിന്റെ ഭാഷയെക്കുറിച്ച് അദ്ദേഹം പലതും പറഞ്ഞു, രാഷ്ട്രീയമാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എങ്കിലും പത്രപ്രവർത്തകരാകാനുള്ള ആളുകളാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ജനങ്ങളുടെ ഭാഷയിൽ എഴുതുക എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിലപാട് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകങ്ങൾ അത് പറയുന്നുണ്ട്. അത് ആവർത്തിച്ച് പറഞ്ഞതാണ് ആ ഒരു ഓർമ്മ. ബസവ പുന്നയ്യ എന്ന് പറഞ്ഞിട്ട് CPIM ഒരു വലിയ നേതാവുണ്ടായിരുന്നു. അദ്ദേഹമാണ് പാർട്ടി പിളരുമ്പോൾ പാർട്ടിയുടെ പുതിയ ആശയങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുകയും സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്ത, അങ്ങനെ പാർട്ടിയുടെ വലിയൊരു താത്വിക ആചാര്യൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞതിലൊരു കാര്യം, പത്രപ്രവർത്തക സംഘം എന്ന് പറയുന്നത് ഏതൊരു സംഘവും, ഏതൊരു പ്രചാരണ സംഘവും എന്ന പോലെ ആ സമൂഹത്തിലെ ഏറ്റവും മിടുക്കരായ ആളുകളുടെ ഒരു സംഘമായിരിക്കും. ഏറ്റവും നന്നായി സ്പോർട്സ് എഴുതുന്ന ഒരാൾ, അത് നിങ്ങളിലാവണം, ഉണ്ടാകണം എന്ന മട്ടിൽ നിങ്ങൾ സ്പോർട്സ് പിന്തുടരണം. ഏറ്റവും നന്നായി കാലാവസ്ഥ ചെയ്യുന്ന ആൾ, ശാസ്ത്രം ചെയ്യുന്ന ആൾ, ഏറ്റവും നന്നായി രാഷ്ട്രീയം ചെയ്യുന്ന ആൾ എന്ന മട്ടിൽ നിങ്ങൾ ചെയ്യണം. എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത്, അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത് ആ ദ്രാവിഡ പ്രസ്ഥാനം, അതിന്റെ ആദ്യത്തെ നേതാക്കളെ നോക്കൂ. തമിഴ്നാട്ടിൽ ഏറ്റവും നന്നായി എഴുതുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അവരിലുണ്ട് അങ്ങനത്തെ 2-3 പേരുണ്ട്. ഏറ്റവും മികച്ച പ്രസംഗകരാരാണ് എന്ന് ചോദിച്ചാൽ അവരിലുണ്ട്. ഏറ്റവും മികച്ച ഭാഷപ്രയോഗം ആരുടേതാണ്, ഏറ്റവും മികച്ച നാടകക്കാരൻ ആരാണ്, ഏറ്റവും മികച്ച അഭിനേതാക്കൾ ആരാണ്, ഒക്കെ അതിലുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ചെയ്യുന്ന ആ തുറയിൽ ഏറ്റവും മികച്ചതാകാനുള്ളൊരു ശേഷി നിങ്ങൾക്കുണ്ടാകണം എന്ന് പറഞ്ഞു. പത്രപ്രവർത്തക പരിശീലനത്തിനെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു സമയത്ത് BT രണദിവെ എന്ന് പറയുന്ന കൽക്കത്ത തീസീസിന്റെ ഒക്കെ പ്രണേതാവ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന, കർക്കശൻ എന്ന് വിചാരിക്കുന്ന അദ്ദേഹം പോലും അവിടെ വന്നിട്ട് ജനാധിപത്യത്തിന്റെ ഭാഷയിലാണ് സംസാരിച്ചത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് പാർട്ടി കേന്ദ്ര ആസ്ഥാനത്ത് ഇരിക്കുമ്പോൾ പോലും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം, അത് വിപ്ലവത്തിന്റെ ശബ്ദമല്ല, അത് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ സഖാവ്, ഒരു പക്ഷെ പാർട്ടി ഓഫീസിലെ തന്നെ ജീവനക്കാരിൽ ഒരാൾ ക്രിക്കറ്റ് കമന്ററി റേഡിയോയിലൂടെ കേൾക്കുന്ന ആ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ കേൾക്കുന്ന ആ ശബ്ദമായിരിക്കും. അങ്ങനെ മാറുകയാണ്. ആളുകളുടെ താല്പര്യങ്ങൾ മാറുന്നു, ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. അവരെയും കൂടി തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം പത്രം എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് അത്തരത്തിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ നേതാക്കളൊക്കെ ഉണ്ട്. പിന്നെ പഠിച്ചത്, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഭാഷയുണ്ടല്ലോ, അത് മാറിയോ? ഇപ്പോഴും ലളിതമായിട്ടാണോ ഞാൻ സംസാരിക്കുന്നത്, ലളിതമായിട്ടാണോ ഞാൻ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ അത് ഏറ്റവും സാധാരണക്കാരൻ്റെതാകണം എന്ന IMS പറഞ്ഞ ആ കാര്യം, അത് ഒരു മുദ്രാവാക്യം പോലെയോ ഒരു ഒരു നയിക്കുന്നൊരു സൂക്തം പോലെയോ തന്നെ പിന്തുടരാൻ ശ്രമിക്കുന്നൊരു പത്രമായിട്ടാണ് ദേശാഭിമാനി അന്ന് ഞങ്ങളുടെ മുമ്പിൽ സ്വയം അവതരിപ്പിച്ചത്. ദേശാഭിമാനി സംഘം മുഴുവൻ. ഒരുപക്ഷെ നമ്മുടെ എല്ലാ പത്രങ്ങൾക്കും അങ്ങനെ ഒരു പാരമ്പര്യമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ദേശാഭിമാനി പറഞ്ഞിരുന്നു ഓഫീസ്, OFFICE, ഓഫീസ് എന്നാണ് അതിന്റെ ഉച്ചാരണമെന്ന് നമുക്കറിയാം. പക്ഷെ ദേശാഭിമാനി എഴുതുക ആപ്പീസ് എന്നാണ്. അതോടുകൂടി നമ്മൾ ഓഫീസ് എന്ന് പറയുന്ന ഒരു ശ്രേണിയിൽ നിന്ന് താഴേക്കിറങ്ങുകയും ആപ്പീസ് എന്ന് പറയുന്ന ഒരുപാട് പേരോട് സ്നേഹം, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ബേജാറ്, ഉഷാറ്, ജാസ്തി എന്ന് തുടങ്ങിയ നാടൻ വാക്കുകൾ അത് പ്രയോഗിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ ആദ്യം പോയത് കോഴിക്കോട്ടേക്കാണ്. അവിടെ ന്യൂസ് എഡിറ്റർ CM അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പത്രപ്രവർത്തക യൂണിയന്റെ പോലും വലിയ നേതാക്കളിൽ ഒരാളായിരുന്ന ആളാണ്. അദ്ദേഹമാണ് ഞങ്ങളെ പഠിപ്പിച്ചവരിൽ ഏറ്റവും താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹം പത്രപ്രവർത്തക പരിശീലനത്തിനും വന്നിരുന്നു.
അപ്പോൾ നമുക്കൊക്കെ കോപ്പി തരും, എഴുതി കൊടുക്കണം. അപ്പോൾ ഒരു ഉത്തരേന്ത്യൻ മന്ത്രി, പ്രമാണി മന്ത്രിയുടെ മകന്റെ ലീലാവിലാസങ്ങളെ കുറിച്ചൊരു വാർത്ത വന്നു. അപ്പോൾ ഞാനത് എഴുതി കൊടുത്തപ്പോൾ ഈ മകനെ ഒന്ന് പരിഹസിക്കാനും മൊത്തം ഒരു പരിഹാസ ഛായ വരുത്താനും വേണ്ടി ഈ ഇന്ന മന്ത്രിയുടെ സീമന്ത പുത്രനാണ് ഈ മനുഷ്യൻ എന്നെഴുതി. അപ്പോൾ റഹ്മാൻ കർക്ക വട്ടക്കണ്ണുകളും ഉറച്ച ശബ്ദവുമുള്ള ഒരു മനുഷ്യനാണ്. ഉറപ്പിച്ചു പറഞ്ഞു, മൂത്ത മകൻ എന്ന് മതി എന്ന്. സീമന്തപുത്രൻ സംസ്കൃതമാണ്, മൂത്ത മകൻ മലയാളമാണ്. ആ മലയാളമാണ് നമ്മുടെ ഭാഷ, അതിലേക്ക് വരണം എന്ന ഒരു ഇത്. അതൊരു വലിയ ഒരു ഫിൽറ്ററായിരുന്നു. ആ ഫിൽറ്ററിലൂടെയാണ് നമ്മൾ നമ്മുടെ പത്രഭാഷ ഉണ്ടാക്കിയെടുത്തത്. അതോടുകൂടി നമ്മൾ പഠിച്ചിരുന്ന, നമ്മൾ മലയാളം MA ഒക്കെയാണ് ഞാനൊക്കെ പഠിച്ചിരുന്നത്. അല്ലാതെ വന്നിരിക്കുന്നവർക്കും എല്ലാവർക്കും അന്ന് കലാകൗമുദിയുടെ ഒക്കെ ഒരു ഭാഷയുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഭാഷയെ നിർണയിച്ചിരുന്നത്. ആ ഭാഷയിൽ നിന്ന് എവിടെയാണ് താഴേക്ക് ഇറങ്ങി വരേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ അതിലുണ്ടായിരുന്നു. ആദ്യത്തെ ബൈലൈൻ എന്ന് പറയുന്നത് യുവജനോത്സവം എന്ന് നമ്മളെല്ലാവരും പറയുന്ന സ്കൂൾ കലോത്സവം കവർ ചെയ്യാൻ പോയതാണ്. കൊച്ചിയിൽ നടന്ന അത്. അപ്പോഴാണ് എനിക്ക് ബൈലൈൻ കിട്ടുന്നത്. അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിരുന്നു. ട്രെയിനിങ് കാലത്തൊരു ബൈലൈൻ കോഴിക്കോട് നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ അത് കോഴിക്കോടുള്ള അവിടെ വീണ്ടും ഒരു തവണ കൂടി ഓരു വെള്ളം കിട്ടാൻ, പൈപ്പിലൂടെ ഓരു വെള്ളം കിട്ടാനുള്ള സാധ്യത നല്ലപോലെ നിലനിൽക്കുന്നു. കോർപ്പറേഷന്റെ നടപടികൾ ഫലപ്രദമായിട്ടില്ല എന്നൊരു വാർണിംഗ് ന്യൂസ് ആയിരുന്നു. അത് വാർത്ത എന്ന നിലയ്ക്ക് ആ നഗരത്തെ വല്ലാതെ ബാധിക്കുന്ന വാർത്തയാണ്. അതിനാണ് ബൈലൈൻ വെച്ച് തന്നത്. അതിലേറെ പക്ഷെ ഞാൻ വിലമതിക്കുന്നത് ഇതാണ്, കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ജൂനിയറായ ഒരാൾ നിയോഗിക്കപ്പെടുന്നു. അന്ന് ഒരാളാണ് പ്രധാനമായിട്ട് അത് ചെയ്യുന്നത്. കൂടുതൽ ആവശ്യം വരുന്ന സമാപന സമ്മേളനം പോലുള്ളവരാണ് മറ്റുള്ള ആളുകൾ എത്തുക. ആ റിപ്പോർട്ടാണ്. അതേ തുടർന്ന് കലോത്സവ റിപ്പോർട്ടിങ്ങൾക്ക്, സാംസ്കാരിക റിപ്പോർട്ടിങ്ങൾക്ക് ഞാൻ സ്ഥിരമായി പോകുന്ന ഒരു രീതി വന്നു. അതിൽ നല്ല രീതിയിൽ എനിക്ക് ചിലത് ചെയ്യാൻ കഴിഞ്ഞു എന്നൊന്ന് പറഞ്ഞു വെക്കാൻ. ഇത് ഈ ജീവചരിത്രം പറയുമ്പോൾ തന്നെ പൊക്കുന്ന ഒരു പരിപാടി അതിലുണ്ട്. എങ്കിൽ പോലും താനല്ല, തൻ്റെ ഭാഷയാണ്, തൻ്റെ നിലപാടാണ്, താൻ ഉയർത്തിപ്പിടിക്കുന്ന ചില സാംസ്കാരിക സന്ദേശങ്ങളാണ് ഉയരുന്നത്, താനല്ല എന്നതുകൊണ്ട് ഞാൻ അതിന് ശ്രമിക്കുകയാണ്. ഞാൻ സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ സ്കൂളിലെ കലോത്സവത്തിനും യുവജനോത്സവം എന്നാണ് കേരളം പറയുക. അതിൻ്റെ ഔദ്യോഗിക പേര് തന്നെ സ്കൂൾ യുവജനോത്സവം എന്നായിരുന്നു. LP സ്കൂളിലൊക്കെ ബാലകലോത്സവം, പിന്നെ സ്കൂൾ യുവജനോത്സവം, സർവകലാശാലകളിൽ യുവജനോത്സവം, അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നത്. എൻ്റെ ഒരു യുക്തി അതുമായിട്ട് ഇടഞ്ഞു. ഞാൻ ആ റിപ്പോർട്ടിൽ എഴുതിയിരുന്നത് നിർബന്ധപൂർവം സ്കൂൾ കലോത്സവം എന്ന് തന്നെയാണ്. ഇന്നത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പേര് പോലും സ്കൂൾ കലോത്സവം എന്നായിട്ട് മാറിയിരുന്നു. എന്തോ ഒരു ആവേശം കൊണ്ടായിരിക്കും ഈ 5ാം ക്ലാസ്സിലെ കുട്ടി യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരാളായിട്ട് വിളിക്കപ്പെട്ടത്. അത് മാത്രമല്ല, പൊതുവെ അന്നുണ്ടായിരുന്നൊരു ഭാഷ എന്ന് പറയുന്നത്, ആ ഭാഷയ്ക്ക് ഒരു പൈങ്കിളി സ്വഭാവം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റുകയും കലയുടെ റിപ്പോർട്ടിങ്ങിന് വേണ്ട ഒരു സ്വഭാവം നിർണ്ണയിക്കുന്ന ഒരു ഭാഷ, സാധാരണ ഭാഷ ആവണം എന്നില്ല. കാരണം സാങ്കേതിക വാക്കുകളൊക്കെ വരുമല്ലോ, അത് സാധാരണക്കാരന് മനസ്സിലാവണം എന്നില്ല. എങ്കിൽ പോലും കലാ റിപ്പോർട്ടിങ്ങിലേക്ക് വേണ്ട ഒരു ഭാഷ കൊണ്ടുവരാൻ പറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ബോധപൂർവം കൊണ്ടുവന്ന ഒരു മാറ്റം പാർട്ടിസിപ്പൻ്റ് ആണ്. സ്കൂൾ യുവജനോത്സവത്തിൽ പാർട്ടിസിപ്പൻറ്റിൻ്റെ ചെസ് നമ്പർ പാർട്ടിസിപ്പൻ്റ് എന്നാണ് പറയുന്നത്, പങ്കെടുക്കുന്ന ആളുകൾ. പക്ഷെ പാർട്ടിസിപ്പൻറ്റിന് ഒരു മലയാളി, പങ്കാളി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിലും അങ്ങനെയില്ല. അതുകൊണ്ട് പാർട്ടിസിപ്പൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പ്രയോഗിക്കുകയും നമ്മൾ വേറെ തരത്തിലൊക്കെ അത് പറയുകയാണ് ചെയ്തത്. ഞാൻ ഉണ്ടാക്കിയത് മത്സരാർത്ഥി എന്ന ഒരു വാക്കുണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എൻ്റെ റിപ്പോർട്ടിലൂടെ. മത്സരാർത്ഥി എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പൻറ്റിനെ മത്സരാർത്ഥി എന്ന് പരിഭാഷപ്പെടുത്തുകയോ പുതിയ വാക്ക് ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പങ്കെടുക്കുന്നത് മത്സരത്തിന്റെ ലഹരി നുകരാനാണ്, മത്സരത്തിന്റെ സന്തോഷം അനുഭവിക്കാനാണ് എന്ന ഒരു സന്ദേശം. മത്സരിക്കുന്ന എല്ലാവരും മത്സരാർത്ഥികൾ മാത്രമാണ്, അവര് വിജയാർത്ഥികളല്ല, അവര് സ്ഥാനാർത്ഥികളുമല്ല എന്നൊരു സന്ദേശം കൊടുക്കാനാണ് ശ്രമിച്ചത്. ഇങ്ങനെ വളരെ ബോധപൂർവമായ ചെറിയ ഇടപെടലുകളൊക്കെ അതിൽ നടത്തിയിട്ടുണ്ട്. അത് മുന്നോട്ട് പോയിട്ടുണ്ട്. സാംസ്കാരിക റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ സമ്മേളനങ്ങൾ ഞാൻ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരാൾ ഇന്നത് പറഞ്ഞു, അത്തരത്തിലുള്ള വാർത്തകളാണ് പൊതുവെ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുക. പക്ഷെ ബോധപൂർവം അത് ചേർത്ത് വെച്ച് ഈ സാഹിത്യ പരിഷത്ത് വേദികളൊക്കെ അവിടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ
ഏറ്റുമുട്ടലുകളുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിവിധ ചേരികൾ, വിവിധ സാംസ്കാരിക ധാരകൾ, വിവിധ സെൻസിബിലിറ്റികൾ, വിവിധ തലമുറകൾ, അവരുടെ ഒരു ആശയ സംഘർഷം. ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാവുന്നു എന്നല്ല, പക്ഷെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ ആശയങ്ങളാണ് ഏറ്റുമുട്ടിയത്, ഏതൊക്കെ ധാരകളാണ് ഏറ്റുമുട്ടിയത് എന്ന തരത്തിൽ തന്നെ ഈ പരിഷത്ത് സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് നടന്ന അവിടെയാണല്ലോ നടക്കാറ് പലയിടത്തുമായിട്ട്. അപ്പൊ നടന്ന ഒരു സമ്മേളനത്തില് ഞാൻ വ്യക്തികളുടെ പേര് പറയുന്നില്ല. നമ്മൾ പുരോഗമനപരം അല്ല എന്ന് കരുതുന്ന സാഹിത്യധാരകളെ പറ്റി വാചാടോപം കലർത്തിക്കൊണ്ട് പലരും സംസാരിച്ചു. അവസാനം ONV സാറ് ആണ് അവസാനം കവിയരങ്ങിൽ വന്നത്. അദ്ദേഹം എന്താണ് കല, എന്തായിരിക്കണം കവിത എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉയർത്തിപ്പിടിക്കേണ്ട, മനുഷ്യനു വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കേണ്ട നിലപാട് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒട്ടും യാന്ത്രികതയില്ലാതെ പക്ഷെ പുരോഗമന സാഹിത്യത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിച്ചു. അതുവരെ അവിടെ തകർത്താടിപ്പോയ സകല വേഷങ്ങളും നിഷ്പ്രഭരായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു. അതും കഴിഞ്ഞ് അദ്ദേഹം ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്ന പ്രസിദ്ധമായ കവിത അവതരിപ്പിച്ചതോടുകൂടി ഇതാണ് കവിതയുടെ വഴി. തലമുറകളുടെ മാറ്റം ഉണ്ടാവാം, സെൻസിബിലിറ്റി മാറുമ്പോൾ ആ രീതികളും പ്രയോഗവിധികളും ഒക്കെ മാറുന്നുണ്ടാവാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തുടിക്കുന്ന കലയുടെ ആത്മാവ് എന്താണ്, കവിതയുടെ ആത്മാവ് എന്താണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ അതുണ്ടായി. അതിനെക്കുറിച്ച് ഞാനൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിനെക്കുറിച്ചായിരുന്നു അന്നത്തെ റിപ്പോർട്ട്. അപ്പോൾ ആ തരത്തിലൊക്കെ അത് വേറൊരു തരത്തിലും പിന്നൊരു കാലത്തും വായിക്കാൻ ക്ഷമതയുള്ള, അതിനുള്ള കഴിവുള്ള കോപ്പികൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മുടെ പരിഷത്ത് സമ്മേളനങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പുരോഗമന ചേരിയും ചങ്ങമ്പുഴയൊക്കെ വന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ സാഹിത്യ ചരിത്രത്തിൽ പഠിക്കുന്നത്. പുതിയ കാലത്ത് എന്തുകൊണ്ട് പരിഷത്ത് സമ്മേളനങ്ങൾ അങ്ങനെ ആകുന്നില്ല, അല്ലെങ്കിൽ സാംസ്കാരിക സമ്മേളനങ്ങൾ അങ്ങനെ ആകുന്നില്ല? വേണ്ട തരത്തിലല്ല അതിൻ്റെ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പത്രക്കാർ മാത്രം ചെയ്യുന്നതെന്നല്ല, സൊസൈറ്റി അത് ഉൾക്കൊള്ളുന്നത് വേണ്ട തരത്തിലല്ല. അവിടെ ഇന്ന ആൾ വന്ന് ഇന്നാരെ തെറി പറഞ്ഞു, ഇന്ന ആൾ വന്നിട്ട് എന്തെങ്കിലും വിവാദകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, ഏതെങ്കിലും തലമുറയെക്കുറിച്ച്, ഏതെങ്കിലും ആളെക്കുറിച്ച് ചീത്ത പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് അത് എടുക്കുന്നത്. അതിൻ്റെ ഒരു ശരിയായ രീതിയിൽ അത് ഉൾക്കൊള്ളുന്നില്ല എന്ന തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റിയത്, ഇതിന് ശ്രമിച്ചത്. ദേശാഭിമാനിൽ ഞാൻ 10 കൊല്ലത്തോളമാണ് ജോലി ചെയ്തത്. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ PRDയിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് പോയി. അതിന് തൊട്ടു മുമ്പ് തന്നെ ദേശാഭിമാനിയിൽ നിന്ന് മറ്റേതെങ്കിലും വേദിയിലേക്ക് മാറണം എന്ന ഒരു തോന്നലുണ്ടാവുകയും അന്നാണ് ശശികുമാർ ഇവിടെ വന്നിട്ട് ഏഷ്യാനെറ്റ് തുടങ്ങുന്നത്. ശശികുമാർ അറിയാമല്ലോ, അന്നത്തെ യുവപത്രപ്രവർത്തകർക്കൊക്കെ ബഹുമാനിക്കാൻ തോന്നുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്ന ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം, മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. വന്ന് ഇവിടെ തുടങ്ങുമ്പോൾ അതൊരു സ്വപ്ന മാധ്യമം ആയി നമ്മളെല്ലാവരും ആ കാലത്ത് കണ്ടിരുന്നതാണ്. അങ്ങനെ എൻ്റെ ഇന്റർവ്യൂവിനൊക്കെ പോയി. പക്ഷെ അവരുടെ ചാനൽ ആദ്യം തുടങ്ങിയിരുന്നെങ്കിലും, പൊതു ചാനൽ ആദ്യം തുടങ്ങിയിരുന്നെങ്കിലും അതിന്റെ വാർത്താ വിഭാഗം ആരംഭിക്കാൻ പിന്നെയും വൈകി. അപ്പൊ ആ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞെങ്കിലും ആ ഒരു കാലയളവ് അത് കുറച്ചധികം നീണ്ടുപോയി. ആ കാലത്താണ് PRDയിൽ ഞാൻ PSC പരീക്ഷ എഴുതുകയും കിട്ടുകയും ചെയ്യുന്നത്. PRDയിലേക്കാണ് ഞാൻ പോകുന്നത്. പക്ഷേ പറയേണ്ട ഒരു കാര്യം, പത്രപ്രവർത്തനത്തിന്റെ അതിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ടെങ്കിലും അതിൽ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, അത് മനസ്സിന് തരുന്ന ഒരു സുഖം PRDയിലെ അതും പത്രപ്രവർത്തനമാണ്, ഒരർത്ഥത്തിൽ പത്രപ്രവർത്തനമാണ്. അവിടെ എനിക്ക് കിട്ടിയില്ല. വളരെ പെട്ടെന്ന് ഞാൻ അവിടെ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും പോകുന്ന ഒരിതുണ്ടായി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പത്രപ്രവർത്തനത്തിലേക്ക്, നമ്മൾ അറിയുന്ന സാമ്പ്രദായിക പത്രപ്രവർത്തനത്തിലേക്ക്, സാധാരണ പത്രപ്രവർത്തനത്തിലേക്ക്, അത് ഭഗൽപൂർ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ആവേശം കൊള്ളിച്ച പത്രപ്രവർത്തനമൊന്നും അല്ല പിന്നീട് നമ്മൾ ഏർപ്പെടുന്നത്. നിദാന ജോലികൾ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. എങ്കിൽ പോലും ആ പത്രപ്രവർത്തനമാണ് നല്ലത് എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടാവുകയും ആ കാലത്ത് സദ്വാർത്ത, ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്റർ എന്ന 2 പത്രങ്ങൾ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ചു. ഫാദർ തോമസ് പറത്തറ എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ്, ക്രിസ്തീയ പുരോഹിതനാണ് ആരംഭിക്കുന്നത്. അദ്ദേഹം സദ്വാർത്ത തുടങ്ങുകയായിരുന്നു, അച്ചടിച്ചിട്ടില്ല. അവർക്ക് ഒരു ലീഡർ റൈറ്ററെ വേണം, ഒരു എഡിറ്റ് പേജ് ചെയ്യണം,
മുഖപ്രസംഗം എഴുതണം, അതിനൊരാളെ വേണം എന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെയോ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഇയാൾക്ക് പറ്റും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ അത് ചെല്ലുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു. ആ സമയത്ത് അച്ഛൻ പുരോഹിതനാണ്, പത്രപ്രവർത്തകനല്ല. പത്രപ്രവർത്തകൻ എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ അതിന് വേണ്ട ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പത്രപ്രവർത്തകത്തിൻ്റെതായ ഒരു മനസ്സൊക്കെ ഉണ്ട്. ആ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ ഒരു കൃത്യമായ പോളിസി, അങ്ങനെ ഒരു വേണമല്ലോ പത്രത്തിന്, എഴുതിയതാണെങ്കിലും അല്ലെങ്കിലും അത് വേണമല്ലോ, അങ്ങനെയില്ല. അദ്ദേഹത്തിന് വളരെ ലളിതവും പക്ഷെ വളരെ ആത്മാർത്ഥതയുമുള്ളതുമായ ധാരണകളാണ് അതിനെപ്പറ്റി ഉണ്ടായത്. എടോ, തീരദേശത്തിനൊരു പത്രം വേണം, തീരദേശത്തെക്കുറിച്ച് സംസാരിക്കാൻ. തീരദേശമാണ് കേരളത്തിലെ ഏറെ അവഗണിക്കപ്പെടുന്നതും ഏറെ പ്രശ്നങ്ങൾ നേരിടുന്നതും നാളെ പ്രശ്ന കേന്ദ്രമായി മാറാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തീരദേശത്ത് നിന്നുള്ള ആളാണ്. ലത്തീൻ കത്തോലിക്ക സമുദായത്തിലെ പുരോഹിതനാണ്. അത് അവര് ആണല്ലോ അവിടുത്തെ മത്സ്യബന്ധന മേഖല ഒക്കെ ഉള്ള. അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു പത്രം വേണം, ഞങ്ങൾക്കൊരു പത്രം വേണമെന്ന് തോന്നലിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. അപ്പൊ അച്ചോ, നമുക്ക് തീരദേശത്തിൻ്റെതല്ലാത്ത പ്രശ്നങ്ങളും കൂടി ഒരു പത്രത്തിന് കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനും കൂടി ഒരു ഇത്ര ലളിതമല്ലാത്ത ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കണം. എങ്ങനെയാണ് നമ്മൾ ലോക വാർത്തകൾ കൊടുക്കുക, എങ്ങനെയാണ് ദേശീയ വാർത്തകൾ കൊടുക്കുക, എങ്ങനെയാണ് ഇതര വാർത്തകൾ കൊടുക്കുക, ഇതൊക്കെ നമ്മൾക്ക് തീരുമാനിച്ചു പോകണ്ടേ എന്ന് പറഞ്ഞു. എന്നാൽ താൻ അങ്ങനെ ഒരെണ്ണം ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞാനൊരു പോളിസി തയ്യാറാക്കി കൊടുത്തു, അച്ഛൻ അത് സ്വീകരിച്ചു. അതോടുകൂടി ആ പത്രത്തിന് അതിൻ്റെ ഒരു ലളിതമായ സ്വത്വത്തിനപ്പുറത്തുള്ള ചില മാനങ്ങൾ കൂടി ആ സ്വത്വത്തിലേക്ക് കലർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം നല്ല പോലെ സ്വാതന്ത്ര്യം തരുന്നൊരു പുരോഹിതൻ കൂടിയാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം പുരോഹിതനായിരിക്കെ തന്നെ എല്ലാ തലമുറകളിലും നല്ല രീതിയിൽ ഇടപെടുന്ന സ്വതന്ത്രനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം തന്ന ആ സ്വാതന്ത്ര്യം, എനിക്കൊക്കെ തന്ന സ്വാതന്ത്ര്യം. രാജു മാത്യു എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ ഞാൻ ചെല്ലുന്നതിന് മുമ്പേ ന്യൂസ് എഡിറ്റർ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അസിസ്റ്റന്റ് എഡിറ്ററായിട്ടും ലീഡർ റൈറ്ററുമായിട്ടാണ് ചേരുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ പത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ആളുകളെ കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു. അതിന്റെ ഫലമായിട്ട് ആ പത്രത്തിലേക്ക് കെ ജയചന്ദ്രൻ, കെ രാജഗോപാൽ, CL തോമസ്, പ്രമോദ്, ഇന്നത്തെ പ്രമോദ് രാമൻ, അങ്ങനെയുള്ളൊരു നിര വന്നു. KP വിജയകുമാർ, ജനയുഗത്തിലുണ്ടായിരുന്ന KP വിജയകുമാർ, അങ്ങനെ ഒരു ഇത് വന്നു. അപ്പുറത്ത് ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്ററിലും സമാനമായ മാറ്റങ്ങൾ വന്നു. 2 മാത്യു സാറുമാർ അവർ വന്നു. മാസ്ലൈൻ നടത്തിയിരുന്ന ജേക്കബ് അപ്പുറത്ത് ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്ററിൽ വന്നു. ഇങ്ങനൊരു സംഘമാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത്. ആ പത്രം അല്പായുസായി പോയൊരു പത്രമായിരുന്നു. അത് വലിയ സങ്കല്പങ്ങളോടുകൂടി തുടങ്ങുകയും വേണ്ട വിഭവപരമായ പിന്തുണ ഇല്ലാതിരിക്കുകയും വേണ്ട സംഘാടന മികവ് അതിൻ്റെ വിതരണത്തിലോ ഒന്നും കൊണ്ടുവരാൻ കഴിയാതെ വരികയും ഒക്കെ ചെയ്തു. അതിൻ്റെ പത്രക്കെട്ടുകൾ മലയോരത്തും തീരദേശത്തും ഒക്കെ കൊണ്ടുവന്ന് രാത്രി ഇട്ട് കഴിഞ്ഞാൽ തൊട്ടു പുറകെ എടുത്ത് അത് കൊണ്ടുപോയി നശിപ്പിക്കുന്ന ആളുകൾ വരെ രംഗത്തിറങ്ങി. ഈ അച്ഛൻ അതിനെ ഒന്നും നേരിടാൻ കഴിയാതെ നിസ്സഹായനായി നിന്നു. അതുകൊണ്ട് മാത്രമൊന്നുമല്ല, അവരുടെ മൊത്തം മികവ് കുറവ് കൊണ്ട് എന്ന് തന്നെ ഇപ്പൊ പറയും. ആ പത്രം പരാജയത്തിലേക്ക് പോയി. പക്ഷേ അതിനിടെ തന്നെ അത് അതിൻ്റെ ഒരു ഇടം അത് നേടിയിരുന്നു. ആ പത്രത്തെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും വ്യത്യസ്തമായ ഒരു മനോഹരമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിൽ ഒരു ദ ഹിന്ദു പിറന്നിരിക്കുന്നു എന്നാണ്. അത് പറഞ്ഞത് അന്നത്തെ MG യൂണിവേഴ്സിറ്റിയുടെ VC ആയിരുന്ന പ്രൊഫസർ രാജശേഖരൻ പിള്ളയാണ് അത് പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു പത്രമായിരുന്നു അത്. അതിൽ മനോഹരമായൊരു ജോലി ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ നാളത്തെ പത്രപ്രവർത്തക വിദ്യാർത്ഥികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ എഡിറ്റോറിയൽ എഴുതുന്നതും എഡിറ്റ് പേജിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഐറ്റങ്ങൾ ഇന്നതാണ് എന്നതും ബോധ്യപ്പെടുത്തേണ്ടത് പത്രരചനയായിരുന്നില്ല. മാനേജിങ് എഡിറ്റർ അദ്ദേഹമാണെങ്കിലും ഒരു ചീഫ് എഡിറ്റർ ഉണ്ടായിരുന്നു. അത് ആലപ്പുഴയിൽ നിന്നുള്ള പ്രൊഫസർ അബ്രഹാം അറക്കൽ എന്ന് പറയുന്ന ഒരു മുൻ കോളേജ് അധ്യാപകനായിരുന്നു. വളരെ കടുത്ത വലതുപക്ഷക്കാരനായിരുന്നു അദ്ദേഹം. വളരെ പിടിവാശിയുള്ളൊരു മനുഷ്യനുമായിരുന്നു. അധ്യാപകനായിരുന്നതുകൊണ്ട് പ്രിൻസിപ്പലുമായിരുന്നു ഏറെക്കാലം. വളരെ കർക്കശമായി കുട്ടികളെയൊക്കെ കൈകാര്യം ചെയ്ത കഥകൾ എപ്പോഴും പറയുന്ന ഒരു കടുപ്പക്കാരനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ആണ് ഞാൻ എൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഇവർക്ക് വേണ്ടിയാണ് എഴുതുന്നത് എങ്കിൽ പോലും എൻ്റെ രീതിയിൽ എഴുതിയിരുന്ന ഈ എഡിറ്റോറിയലൊക്കെ ക്ലിയർ ചെയ്യിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എഡിറ്റോറിയൽ മുഴുവൻ അദ്ദേഹം വായിക്കും, മറ്റുള്ളത് ഇത് നോക്കുകയുള്ളൂ. വിയോജിപ്പ് വരുമ്പോൾ അദ്ദേഹം വായനക്കാരുടെ കുറിപ്പുകൾ എന്ന നിലയ്ക്ക് വിയോജിപ്പുള്ള ആശയങ്ങൾ എഴുതി തരുമായിരുന്നു. അതും പബ്ലിഷ് ചെയ്യുകയായിരുന്നു. ആ വായനക്കാരുടെ കുറിപ്പിന് ഞാൻ മറുപടി എഴുതിയിട്ടുണ്ട് വായനക്കാരനായി നിന്നുകൊണ്ട്. അങ്ങനൊരു ജനാധിപത്യം അതിൻ്റെ എഡിറ്റ് പേജിൽ ഉണ്ടായിരുന്നു.
പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് അദ്ദേഹവുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ, അദ്ദേഹം ഇപ്പൊ ഇല്ല, അദ്ദേഹം ഓർമ്മയായിരിക്കുന്നു, അദ്ദേഹമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളാണ്. വലതുപക്ഷം കൂടി ഉണ്ട് ഈ സമൂഹത്തിൽ, വലതുപക്ഷത്തെ കൂടി അഭിസംബോധന ചെയ്തു വേണം നിങ്ങൾ സംസാരിക്കാൻ എന്നത് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. അതിനു മുമ്പ് ഒരു ഇടതുപക്ഷ പത്രത്തിലാണല്ലോ ഞാൻ ജോലി ചെയ്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലതുപക്ഷവും കൂടി ലോകത്തുണ്ട്, അവരെ കൂടി പരിഗണിക്കൂ, അവരോടുകൂടി സംസാരിക്കാൻ നിങ്ങൾക്ക് കരുക്കൾ ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് ആശയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് എന്നെ പഠിപ്പിച്ച വലിയ മനുഷ്യനായി ആ പത്രാധിപരെ ഞാൻ പേരെടുത്ത് പറയും. PRD ലീവ് എടുത്തിട്ട് വന്ന് പിന്നീട് ഞാൻ ഒരിക്കലും തിരിച്ചു പോയില്ല. ലീവ് അതിൻ്റെ ഒരു കാലാവധി കഴിയുമ്പോൾ അവർ അറിയിക്കുമല്ലോ, ജോലി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യാണ്. PRDയിൽ അവിടെ നിന്ന് ഞാൻ ഒന്നിനും അവിടെ പക്ഷെ നല്ലൊരു തുടക്കമാണ്. നമ്മളൊരു ജോലിയിൽ താല്പര്യമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നല്ല തുടക്കമാണ് ഞാൻ ചെയ്തത്. ചെന്ന ഉടനെ തന്നെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ആവുന്നത് വരെ എഴുതേണ്ട പരീക്ഷകൾ, അതിന് യോഗ്യത നേടുന്ന പരീക്ഷകൾ, ഒരു സർവീസ് ടെസ്റ്റ് എന്ന് പറയുന്ന അതെല്ലാം എഴുതി ഞാൻ പാസ്സായി, അതെല്ലാം എടുത്തിരുന്നു. പക്ഷെ പ്രൊബേഷൻ പോലും ഡിക്ലെയർ ചെയ്യാൻ നിൽക്കാതെ ഞാൻ ഈ അവസരം കിട്ടിയപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതൊരു മാതൃകയായിട്ട് പറയുകയല്ല, അത് എൻ്റെ തെരഞ്ഞെടുപ്പാണ്, എൻ്റെ മാത്രം തെരഞ്ഞെടുപ്പാണ്. അത് ചിലപ്പോൾ വേറൊരാള് അവിടെ വളരെയേറെ സംതൃപ്തനായിരിക്കും, അവിടെ കിട്ടുന്ന അവിടെ പെൻഷനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ അരക്ഷിതമായ ഒരു സാമ്പത്തിക സ്ഥിതിയുള്ളൊരു കാലത്ത് അത് അഭികാമ്യമായിരിക്കും ഒരാൾക്ക്. പക്ഷെ ഞാൻ സമ്പന്നനൊന്നുമല്ല, എന്നും ഇടത്തരക്കാരനാണ്. എങ്കിലും എനിക്കതൊരു തൃപ്തി നൽകിയത് അതാണ്. അതൊക്കെ ഉണ്ടാക്കിയിട്ടാണ്, കളഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും സാധാരണ പത്രപ്രവർത്തകനായി മാറി. സദ്വാർത്തയിൽ നിന്ന് ഞാൻ നേരെ വരുന്നത്, അപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് വാർത്താ വിഭാഗം ആരംഭിച്ചു. അവിടെ വന്ന് ഞാൻ ജോയിൻ ചെയ്യായിരുന്നു. ഏഷ്യാനെറ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു നേതൃത്വം ഉള്ള ഓർഗനൈസേഷൻ ആയിരുന്നു. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് P. ഭാസ്കരൻ മാഷായിരുന്നു. അദ്ദേഹം നിത്യ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിരുന്നില്ല, എങ്കിലും അദ്ദേഹം ആയിരുന്നു ചെയർമാൻ. ചില കാര്യങ്ങൾ ചില സമയത്ത് പറയാനും ഒക്കെ വിളിക്കുമായിരുന്നു. അപ്പുറത്ത് അതിന്റെ പ്രോഗ്രാം വിഭാഗം നോക്കിയിരുന്നത് അതിന്റെ കൺസൾട്ടന്റ് തസ്തികയിൽ ഇരുന്നുകൊണ്ട് സക്കറിയ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരനായിരുന്നു ആ പ്രോഗ്രാം വിഭാഗം നോക്കി അത് കൊണ്ട് നടന്നിരുന്നത്. ശശികുമാർ ആയിരുന്നു പ്രസിഡന്റ്. ശശികുമാർ പ്രസിഡന്റ് ഫലത്തിൽ ചീഫ് എഡിറ്റർ കൂടിയായിരുന്നു, വാർത്താ വിഭാഗത്തിന്റെ മേധാവി കൂടിയായിരുന്നു. പക്ഷെ ശശികുമാർ മദ്രാസിലാണല്ലോ അദ്ദേഹം താമസിക്കുന്നത്, നമ്മൾ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി അപ്പുറത്ത് സക്കറിയയെ പോലെ സമസ്ഥാനീയനായിട്ട് ഇവിടെ ന്യൂസിന്റെ കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് BRP ഭാസ്കർ ഉണ്ടായിരുന്നു. അന്നാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, ദേശീയ അനുഭവങ്ങളുള്ള പത്രപ്രവർത്തകൻ. പിന്നീട് അദ്ദേഹം ഇവിടെ വലിയൊരു സാമൂഹ്യ ശ്രദ്ധ നേടുന്ന ഒരു പദവിയിലേക്ക് എപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്ന ആൾ നിലയ്ക്ക് എത്തുകയും ചെയ്തിരുന്നു. ആ BRP ഭാസ്കറാണ് അവിടെ ഉണ്ടായിരുന്നത്, ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കർ അദ്ദേഹം ഉണ്ടായിരുന്നു. നീലനായിരുന്നു എക്സിക്യൂട്ടീവ് എഡിറ്റർ, നീലൻ സാറ്. അങ്ങനെയാണ് ആ ടീം അവിടെ ഉണ്ടായിരുന്നത്. അവിടെ സീൽ തോമസ് ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ രാജഗോപാൽ, K. രാജഗോപാൽ ഉണ്ടായിരുന്നു. പിന്നീട് അവിടേക്ക് ഞാനും ജയചന്ദ്രനും അവിടെ ഒരു ദിവസമാണ്, K. ജയചന്ദ്രൻ എന്ന് പറയുന്ന ജയേട്ടനും ഒറ്റ ദിവസമാണ് അവിടെ ജോയിൻ ചെയ്തത്. അതെ, ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഏഷ്യാനെറ്റ് തുടങ്ങുന്നത്. അത് ഫലത്തിൽ നമ്മുടെ ആദ്യത്തെ ഒരു സ്വകാര്യ ചാനലായിരുന്നു. ഇന്ത്യയിൽ പുറത്തു നിന്ന് സംപ്രേഷണം ചെയ്യാം എന്ന നിയമ സൗകര്യം ഉപയോഗിച്ച് പുറത്തു നിന്ന് സംപ്രേഷണം ചെയ്യുന്ന രീതിയിലാണ് ആ ചാനല് ആദ്യം സുബിക് ബേ, സിംഗപ്പൂരിലെ സുബിക് ബേ എന്നാണ് അതിൻ്റെ ഇത് കൊണ്ടുവന്നത്. പിന്നീട് കൊരട്ടൂരേക്ക് കൊണ്ടുവന്നു നിയമം അനുകൂലമായപ്പോൾ. അത്തരത്തിലാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ദൂരദർശനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ദൃശ്യ സംസ്കാരം, ദൃശ്യ മാധ്യമ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ശ്രമമാണ് അപ്പുറത്ത് പ്രോഗ്രാമിലൂടെ സക്കറിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. ന്യൂസ് വിഭാഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയാവുന്ന കണ്ണാടി TN ഗോപകുമാർ ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം നേതൃസംഘത്തിൽ ഒരാളായിരുന്നു. പക്ഷെ അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്കാണ് അവിടെ നിൽക്കുന്നത്. ഏഷ്യാനെറ്റിന് സ്വന്തം സൗകര്യങ്ങളാവുന്നതിന് മുമ്പ് അത് പുറത്തുനിന്നാണ് ചെയ്തുകൊണ്ടുവന്നത്, NTV എന്നാണ് ചെയ്തുകൊണ്ടുവന്നിരുന്നത്. പിന്നീട് അത് സ്വന്തം പ്രൊഡക്ഷൻ ആരംഭിച്ചു, ഇതാണ് വന്നത്. അത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ബുള്ളറ്റിനുമായിട്ടാണ് ആ ചാനൽ തുടങ്ങുന്നത്. ഒരു ബുള്ളറ്റിനുമായിട്ട് ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹോംവർക്കിനുള്ള സമയമുണ്ട്, റിവ്യൂവിനും പ്രിവ്യൂവിനും നല്ലോണം സമയമുണ്ട്. അത്തരത്തിൽ ആണ് ആ ഒരു കാലം ഒറ്റ ബുള്ളറ്റിന്. പിന്നീട് ബുള്ളറ്റിന്റെ എണ്ണം കൂട്ടി, ശേഷി വർദ്ധിക്കുമ്പോൾ സ്പീഡ് വർദ്ധിക്കുന്നതനുസരിച്ച് കൂട്ടി. ആ ഒരു കാലം മറ്റൊന്നായിരുന്നു. പത്രഭാഷ മാറുന്നു,
ടെലിവിഷൻ ഭാഷയിലേക്ക് വരുന്നു. അതിനുവേണ്ടി എടുത്തൊരു വേദന, അതിനുവേണ്ടി സഹിച്ചൊരു വേദന, ആ ടീമാകെ സഹിച്ചൊരു വേദന വളരെ അധികമാണ്. അതായത് കാലാവസ്ഥയ്ക്ക് പോലും കൂടിയ ചൂട് കുറഞ്ഞ ചൂട് എന്ന് പറയുന്നത് സ്വീകരിക്കാൻ പത്രവായനക്കാരും ടെലിവിഷൻ പ്രേക്ഷകരും അന്ന് തയ്യാറായിരുന്നു. കൂടിയ ചൂട് കുറഞ്ഞ ചൂട് എന്ന് പറയുമ്പോൾ അല്ല അത് ശരിയല്ലോ, തണുപ്പല്ലേ എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ വരുന്നു. അപ്പൊ ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്ന് ചോദിച്ചാൽ താപനില എന്നാണ് ദൂരദർശൻ പ്രയോഗിച്ചിരുന്നത്. താപനിലയാണ് മാറ്റിയിട്ട് ഏഷ്യാനെറ്റ് ചൂട് എന്ന വാക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ കൂടിയ താപനില കുറഞ്ഞ താപനില എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ഊഷ്മാവ് എന്ന വാക്ക് പറഞ്ഞാൽ ഈ പ്രശ്നം വരില്ലേ നിങ്ങൾക്ക്? അല്ല, അത് സ്വീകരിച്ചു. അങ്ങനെ സത്യത്തിൽ ഓരോ വാക്കും മലയാളിയുടെ ദൃശ്യഭാഷ പദകോശത്തിലേക്ക് കയറിയത് അതിൻ്റെ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടായിരുന്നു. ഈ ഒരു പോരാട്ടത്തിൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നത് വലിയ ഒരു അനുഭവമാണ്. ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് പറയാം, അവിടെ ഓരോ വാർത്തയും എങ്ങനെ കൊടുക്കണമെന്ന് കഴിയുന്ന സമയത്താണെങ്കിൽ, അതിനുള്ള സമയമുള്ള സമയത്താണെങ്കിൽ നല്ല രീതിയിൽ ആലോചിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് മാധവിക്കുട്ടി മതം മാറിയ ആ സംഭവം. അത് ഞാനവിടെ അന്ന് അപ്പോൾ ന്യൂസ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വാർത്ത വരുന്നത്. ബിനി ജോസഫ് എന്ന് പറയുന്ന റിപ്പോർട്ടറാണ് വിളിച്ചു പറഞ്ഞത്, മാധവിക്കുട്ടി മതം മാറി എന്ന് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു പോയിട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്നു എന്താണ് സാർ, ഇവിടെ ഒരു കാഴ്ചയാണ്, അവര് മറ്റേ ആ വേഷമൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഇരിക്കുന്നു, അതങ്ങനെ മതം മാറിയത് തന്നെയാണ്, നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ഏഷ്യാനെറ്റിന്റെ ന്യൂസ് ഡെസ്കിൽ നടക്കുന്ന ഒരു ചർച്ചയാണ്, ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും. വളരെ പ്രബലമായ ഒരഭിപ്രായം വന്നത് മതം മാറി എന്ന് മാധവിക്കുട്ടി എന്ന് കൊടുക്കണം എന്നാണ്, അതാണ് നല്ലത് എന്നൊരു അഭിപ്രായം വന്നു. ഒപ്പം സമാന്തരമായൊരു അഭിപ്രായം അപ്പം തന്നെ ഉണ്ടാവുമല്ലോ, അല്ല മാധവിക്കുട്ടി മതം മാറി എന്നാണ് കൊടുക്കേണ്ടത്. അല്ല, ആദ്യത്തെയാണ് സേഫ്, ഉറപ്പാണല്ലോ. മതം മാറി എന്നും മാധവിക്കുട്ടി, അതാണ് ശരി, ഉറപ്പ്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ടല്ലോ. അതിനൊരു പ്രശ്നമുണ്ട്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഓരോ ദിവസവും ഓരോ തോന്നൽ കാണിക്കുന്ന ഒരാളാണ്. ഇത് ഇന്ന് കാണിച്ചിരിക്കുന്ന ഇത് ഈ കട്ടായമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസോൺ ചെയ്യുന്നത് പോലെ ഉണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ തർക്കം നടന്നു. ആ വാദം, താൻ മതം മാറി എന്ന് മാധവിക്കുട്ടി എന്ന് കൊടുക്കണം എന്ന വാദം ഉയർന്ന തലത്തിൽ നിന്ന് വന്നിട്ട് പോലും അത് നിരസിച്ച് മാധവിക്കുട്ടി മതം മാറി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ആ ചാനലിന് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. ഓരോ വാക്യങ്ങളും ആലോചിച്ചു പറഞ്ഞിരുന്നൊരു കാലം, ഓരോ വാക്യങ്ങളും ശ്രദ്ധിച്ചു പറഞ്ഞിരുന്ന കാര്യം. തെറ്റാണെങ്കിൽ പോലും, തെറ്റിപ്പോയാൽ പോലും അത് തെറ്റിപ്പോയില്ലേ എന്ന് പിന്നീട് ആലോചിക്കുന്ന തരത്തിൽ, അവർ കൃഷ്ണനും കൊണ്ടാണ് ഞാൻ മതം മാറിയത് എന്ന് അവർ പറഞ്ഞപ്പോഴൊക്കെ ഈ വാദം പൊന്തി വരുന്നുണ്ട്, പഴയ വാദം പൊന്തി വരുന്നുണ്ട്. എങ്കിൽ പോലും അതങ്ങനെയാണ് മാധവിക്കുട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാധവിക്കുട്ടിയോട് നീതി ചെയ്തുകൊണ്ടാണ് കേൾക്കുന്നവരോടും കാണുന്നവരോടും കയ്യടിക്കാൻ ഇരിക്കുന്നവരോടും കൂക്കി വിളിക്കാൻ ഇരിക്കുന്നവരോടും നീതി ചെയ്തുകൊണ്ടല്ല, മാധവിക്കുട്ടിയോട് നീതി ചെയ്തുകൊണ്ടാണ് നമ്മളത് കൊടുക്കേണ്ടത് എന്ന വാദത്തിൽ ആ ടീം ആസ് എ ടീം ഉറച്ചു നിന്നു എന്നതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനൊരു കാലവും ഇന്ന് നാല് വശത്ത് നിന്നും കല്ലെറിയപ്പെടുന്ന ടെലിവിഷൻ ജേർണലിസത്തിന് ഉണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൽ കിടക്കട്ടെ. അത് പിന്നീട് പക്ഷെ അപ്പൊ ഇത്ര ശക്തമായിട്ടൊന്നും വന്നില്ല. ആ കാലത്തെ വാർത്തകളിൽ ഇങ്ങനെ ഒരു ആലോചനയുടെ കാലമൊക്കെ കഴിഞ്ഞിരുന്നു. അന്ന് വാർത്ത വരുന്നു, കേട്ടത് പാടി കേൾക്കാതെ പാടി കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്താ ചാനലുകളുടെ കാലത്തിലേക്ക് വന്നു. അന്ന് ഏഷ്യാനെറ്റ് വാർത്താ ചാനൽ ആയിരുന്നില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ കൊടുക്കുന്ന ഒരു ചാനലായിരുന്നു. അന്ന് വന്നപ്പോഴും ഇങ്ങനൊരു വിവാദം ഉണ്ടായി. അവരുടെ ആ അന്ത്യാഭിലാഷത്തെ ആക്രമിക്കാൻ വേണ്ടി ചിലർ തയ്യാറായി. അതൊന്നും ശരിയല്ലാത്ത രീതിയിൽ വന്നു. പക്ഷെ അവരുടെ കുടുംബം അത് ഉറച്ചു നിൽക്കുകയും അത്തരത്തിൽ പാളയം പള്ളിയിൽ അവരെ സംസ്കരിക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. മാധവിക്കുട്ടിയായിട്ടും കമലാദാസായിട്ടും കമല സുരയ്യായിട്ടും ഒരേ സമയം നമുക്ക് മുന്നിൽ നിൽക്കുന്നു. അവരുടെ ഇംഗ്ലീഷിലെ കവിതകൾ ഒരു തരത്തിൽ നമ്മളോട് സംസാരിക്കുന്നു, അവരുടെ മലയാളത്തിലെ രചനകൾ മുഴുവൻ മറ്റൊരു തരത്തിൽ സംസാരിക്കുന്നു. അവര് ഒരു മതത്തിൽ ജനിച്ചിരിക്കാം, ആ മതത്തിൽ കൃഷ്ണനെ കുറിച്ചൊക്കെ പറഞ്ഞ് തന്നെ വളർന്നിരിക്കാം, അവർ മറ്റൊരു മതത്തിലേക്ക് പോയിരിക്കാം, അതിൻ്റെ പുറകിൽ പലതുമുണ്ട് എന്ന ആരോപണങ്ങൾ ഉയർന്നിരിക്കാം. പക്ഷെ ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ മതത്തോട് ചേർന്ന രീതിയിൽ അവർ മരിച്ചു എന്നതുകൂടി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മതേതരത്വ ബോധത്തെ
അതിനെ ഉലയ്ക്കുന്ന ശക്തികൾക്കെതിരായ നമ്മുടെ ധാരണകളെ ഉറപ്പിക്കുകയാണ് മാധവിക്കുട്ടിയുടെ സാർത്ഥകമായ ജീവിതം എന്ന് തന്നെ പറഞ്ഞു മതി. ഇങ്ങനെയാണ് ഏഷ്യാനെറ്റ് ഒരു എന്നെ തന്നെ ദൃശ്യഭാഷയിലേക്ക് മാറ്റി, ദൃശ്യമാധ്യമ പ്രവർത്തകനാക്കി മാറ്റി. അതിനൊക്കെ ഇവര് നേതൃത്വം നൽകി. ഞാൻ പേര് പറഞ്ഞു, അതൊരു വലിയ വലിയ പാഠശാലയാണ്. ആ പാഠശാലയുടെ ഒരു മഹത്വമല്ലേ പിന്നീട് ഇവിടെ ഉണ്ടായ എല്ലാ ചാനലുകളുടെയും നായക സ്ഥാനത്ത് ഏഷ്യാനെറ്റിൽ നിന്ന് പഠിച്ചവരുണ്ടായിരുന്നു. നമ്മുടെ ഒരു നഴ്സറി പോലെ അത് വന്നു. അതിന്റെ ഒരു വലിപ്പമാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പോകുന്നത് ഏഷ്യാനെറ്റ് ഉണ്ടായിരിക്കെ തന്നെ ഇന്ത്യയിൽ വാർത്താ ചാനലുകൾ യാഥാർത്ഥ്യമായി മാറി. വാർത്തയുടെ പൊതുചാനലിലെ വാർത്തകളാണ് ഏഷ്യാനെറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ വാർത്താ ചാനലുകളുടെ വാർത്തകളുടെ സ്വഭാവം വരണം, ലൈവിലേക്ക് പോകണം എന്നൊക്കെയുള്ളൊരു താല്പര്യം ഏഷ്യാനെറ്റ് ടീമിനുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോഴാണ് MK മുനീർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, മുസ്ലിം ലീഗ് നേതാവ്, അദ്ദേഹം ഒരു ചാനൽ ആരംഭിക്കുന്നത്. അതാണ് ഇന്ത്യ വിഷൻ. ആ ചാനല് യാഥാർത്ഥ്യമായപ്പോൾ അദ്ദേഹം അത് നയിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് MV നികേഷ് കുമാറിനെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് നികേഷ് കുമാർ നിയമിതനായി. നികേഷ് കുമാർ ഞാൻ ഏഷ്യാനെറ്റിൽ ന്യൂസ് എഡിറ്റർ ആയിരിക്കുമ്പോൾ അവിടെ ട്രെയിനി ആയിട്ട് പ്രവേശിച്ച ഒരാളാണ്. അപ്പോൾ നികേഷ് പത്രപ്രവർത്തകനാകുന്നതിൽ അവിടെ ഈ പേരെടുത്ത് പറഞ്ഞ ആ വാർത്താ നേതാക്കൾക്കൊപ്പം എൻ്റെയും കൂടി ഒരു പങ്കാളിത്തമുണ്ട്. നികേഷ് കൂടെ ഒരാൾ വേണം എന്ന് നികേഷ് തീരുമാനിക്കുകയും അതിനുള്ളൊരു അനുമതി വാങ്ങുകയും ചെയ്തു. ആ കൂടെ ഒരാളായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ നികേഷ് എക്സിക്യൂട്ടീവ് എഡിറ്ററായിരിക്കെ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് ഇന്ത്യ വിഷനിലേക്ക് ചെല്ലുകയും ഞങ്ങളങ്ങ് ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യ വിഷൻ വളരെ ആവേശകരമായ, വളരെയധികം മാന്ത്രികമായ സ്വാധീനം ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു ഇടമാണ് എന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പറയാൻ കഴിയും. ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം കൺസൾട്ടൻ്റായിട്ട് സാക്ഷാൽ MT വാസുദേവൻ നായർ അവിടെ ഉണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായിട്ട്, അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് സഹ കൺസൾട്ടൻ്റ് പോലെ ഉണ്ടായിരുന്നു സഹദേവൻ എന്ന് പറയുന്ന മാതൃഭൂമിയിലെ ഇപ്പം മരിച്ചുപോയി പത്രപ്രവർത്തകനായിരുന്ന സഹദേവേട്ടൻ. അദ്ദേഹം കേരളം കണ്ട ഏറ്റവും നല്ല ഒരു കൾച്ചറൽ ജേർണലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം പിന്നീട് ആ ചാനലിലൊക്കെ ചെയ്ത പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, സിനിമയെക്കുറിച്ചൊക്കെ നല്ല ധാരണകളുള്ള സഹദേവേട്ടനുണ്ടായിരുന്നു. അവരും അവിടെ ഉണ്ട്. അവിടേക്കാണ് ഞാൻ ചെന്ന് ചേരുന്നത്. ആദ്യത്തെ ജോലി നമ്മുടെ ടീം ഉണ്ടാക്കുക എന്നതായിരുന്നു. ആ ടീം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് ടെലിവിഷൻ സ്ക്രീൻ അത് ദൃശ്യമാധ്യമമായിരിക്കെ തന്നെ അതിൽ സുന്ദരികളും സുന്ദരന്മാരും എന്ന് നമ്മൾ ഇൻവെർട്ടർ കോമയിട്ട് പറയുന്ന ആളുകളുടെ മാത്രം ഇടമായി അത് മാറിക്കൂടാ. അവിടെ എല്ലാ തരത്തിലുള്ള ഈ തരത്തിലുള്ള റേഷ്യൽ നിലവാരമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകണം എന്ന BBC-യിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ആ സിദ്ധാന്തം ഞങ്ങൾ അവിടെ നടപ്പാക്കി. കറുത്ത കുട്ടികൾ, ഇരുണ്ട കുട്ടികൾ, വെളുത്ത കുട്ടികൾ നമുക്കുണ്ടാവണം. കൂടുതൽ ഇനിയും വരുന്നത് പെൺകുട്ടികളുടെ കാലമാണ്. ഇനി കൂടുതൽ പെൺകുട്ടികൾ നമുക്കുണ്ടാവണം. ഒറ്റ റിപ്പോർട്ടർ ചാനലുകളിൽ പോലും പെൺകുട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നൊക്കെ തീരുമാനിക്കുകയും അതൊക്കെ അങ്ങനെ തന്നെ നടപ്പാക്കുകയും ചെയ്തു. ആ ടീം ആദ്യമായിട്ട് അതിന്റെ പരിശീലനം തുടങ്ങിയപ്പോൾ ഓരോ ജില്ലയിലും ഒരു പെൺകുട്ടി എത്തിയിരിക്കുന്നു. ഈ പറയുന്നത് പോലെ സാധാരണക്കാരികളായ പെൺകുട്ടികൾ കുഗ്രാമങ്ങളിൽ നിന്ന്, കുഗ്രാമം എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റാണ് എങ്കിൽ പോലും ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെയുള്ള അതിവിദൂര ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും പോലും വരുന്ന സാധാരണക്കാരികളായ പെൺകുട്ടികൾ റിപ്പോർട്ടർമാരായി. അവർ വലിയ നേതാക്കന്മാരോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. വലിയ ഭൂകമ്പം തന്നെ ഓരോ ജില്ലയിലും പ്രസ് ക്ലബ്ബുകളിൽ സംഭവിച്ചു. സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളിരിക്കെ ഇവരുടെ അമിതാവേശം അതിന് കാരണമായിട്ടുണ്ടാവാം. ഇവര് കയറി ചോദിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ വന്നു. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുണ്ട കുട്ടികളും കറുത്ത കുട്ടികളും ഒക്കെ സ്ക്രീനിലെത്തിയപ്പോൾ അവർ പരിഹസിക്കപ്പെടാൻ തുടങ്ങി. അവരുടെ വായന പരിഹസിക്കപ്പെടാൻ തുടങ്ങി. പോട്ടെ, OB വാൻ, മറ്റേ ലൈവ് സംപ്രേഷണം കൊടുക്കുന്ന ഉപകരണം, അത് കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇന്ത്യ വിഷനാണ്. അത് കൊണ്ടുവന്നപ്പോൾ മീഡിയ പണ്ഡിറ്റുകൾ തന്നെ ചോദിച്ചു, എന്തിനാണ് കേരളം പോലൊരു സമൂഹത്തിൽ ഇതിന്റെ ഒരാവശ്യം, ഇത്രയേറെ അത്യാഡംബരം കാണിക്കുന്ന ഈ സാധനം എന്തിനാണ് എന്ന് ചോദിച്ചു.
അപ്പോൾ ഞങ്ങളുടെ ആലോചനാ യോഗങ്ങളിലും മുഴുവൻ ടീമിന്റെയും ഒരു പരിശീലനം നടക്കുമല്ലോ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ്. അതില് ഏറ്റവും അവസാനം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എല്ലാവർക്കും പരിഭ്രമമാണ്, പ്രത്യേകിച്ച് അതിലുള്ള വളരെ വിരലെണ്ണാവുന്ന സീനിയേഴ്സിനെ എടുത്തിട്ടുണ്ട്. അവർക്ക് വലിയ പരിഭ്രമമാണ്. വേണ്ടത്ര ഒരുക്കങ്ങളായിട്ടില്ല, പ്രോഗ്രാമുകൾ ചെയ്തു വെച്ചിട്ടില്ല, റെഡി സ്റ്റോറികൾ ചെയ്തു വെച്ചിട്ടില്ല, സ്റ്റോറി ബാങ്ക് ഇല്ല. നമ്മൾ എങ്ങനെ തുടങ്ങും, ഈ പറയുന്ന ദിവസം തുടങ്ങും എന്ന ഒരു ചോദ്യം എല്ലാവരും അവസാനം പറഞ്ഞപ്പോൾ ചോദിച്ചു. ഞാനാണ് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിച്ചത്. നികേഷ് സംസാരിച്ചിരുന്നു. ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ കയ്യിൽ എന്തില്ല എന്നതിനെ കുറിച്ച് നിങ്ങൾക്കുള്ള ആ ഒരു ഉത്കണ്ഠ അത് ആവശ്യമാണ്. അതാണ് നമ്മുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുക. പക്ഷെ അത് മാറ്റിവെക്കുക. നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ആലോചിക്കുക. നമ്മുടെ കയ്യിലുള്ളത് എന്ത് എന്ന് ആലോചിക്കുമ്പോൾ അതിൽ ആദ്യം വരുന്നത് 3 OB വാൻ നമുക്കുണ്ട്. ഈ OB വാനാണ് നമ്മുടെ ശക്തി. ഇത് വേറെ ആർക്കും ഇല്ല. കേരളം ലൈവിൽ എന്നതായിരിക്കും നമ്മുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ പിന്നീട് കേരളത്തിലെ വാർത്തയെ നയിക്കുന്നത് നമ്മൾ കണ്ടു. എനിക്ക് ഓർമ്മയുണ്ട്, അജയ് ഘോഷ് എന്ന് പറയുന്ന റിപ്പോർട്ടർ, എല്ലാവർക്കും അറിയാം. അജയ് ഘോഷാണ് ആദ്യമായിട്ട് ഇന്ത്യ വിഷന് വേണ്ടി ലൈവ് പുറത്തുനിന്ന് ചെയ്യുന്നത്. അത് തിരുവല്ലത്ത് നടന്ന ബലിതർപ്പണം ആയിരുന്നു. അപ്പോ ഇത് കഴിഞ്ഞാൽ ബന്ധുക്കളെക്കാൾ ഏറെ മനുഷ്യനുണ്ടാവുക ശത്രുക്കളാണല്ലോ. അവര് വിളിക്കാൻ തുടങ്ങും, ഇതെന്താണിത്, ബലിതർപ്പണം, അവിടെ എന്താണ് ലൈവ്, അവിടെ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? എല്ലാവർക്കും അറിയാം അവിടെ എന്താണ് നടക്കുന്നതെന്ന്. വേറൊരു സ്ഥലത്തെ പോലെയല്ല, അവിടെ ഇന്നതേ ചെയ്യാവൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുകളും കൂടിയുണ്ട് എന്ന് പറഞ്ഞ ഫലിതങ്ങൾ നമുക്ക് ചുറ്റും വന്നുകൂടി. ഇപ്പൊ എവിടെ പോയി ലൈവ്? എന്താണ് ലൈവ് ആക്കാൻ പറ്റാതെ എന്നുള്ള, അത് സ്വകാര്യതയിലേക്ക് കടന്നു കയറി അത് ആളുകളോട് അനീതി ചെയ്തു, അതൊക്കെ വേറെ കാര്യം, അതൊക്കെ ഉണ്ടായി. പക്ഷേ ലൈവാണ് ഇനി മലയാളത്തിലെ ബുള്ളറ്റിനുകളെ നയിക്കാൻ പോകുന്നത്, ഭാഷയെ നയിക്കാൻ പോകുന്നത് എന്ന ഒരു സ്ഥിതി ഉണ്ടായി. ലൈവിന്റെ ഒരു പ്രാധാന്യം ഒന്ന് പറഞ്ഞു പോയില്ലെങ്കിൽ, വെറുതെ ഇരുന്നൊരു സമൂഹത്തിൽ ലൈവ് വന്നിട്ട് എന്ത് മാറ്റമുണ്ടായി എന്ന് പറയണമെങ്കിൽ, അന്ന് വക്കം പുരുഷോത്തമൻ നിയമസഭാ സ്പീക്കറായിരുന്നു. അദ്ദേഹം സ്വകാര്യ ചാനലുകൾക്ക് ഇന്ത്യ വിഷന്റെ പ്രവർത്തന ഫലമായിട്ടാണ്, ശ്രമഫലമായിട്ടാണ് നിയമസഭയിലെ ചോദ്യോത്തരവേള സംപ്രേഷണം ചെയ്യാൻ അനുമതി കൊടുക്കാൻ തീരുമാനിച്ചു. ആലോചനാ യോഗം വന്നു. സഹചാനലുകൾ തന്നെ അതിൽ അപകടമുണ്ട്, നീക്കം ചെയ്യുന്ന ഭാഗം വരും എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പക്ഷേ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ആ അനുമതി തരികയും ചെയ്തു. ഇന്ത്യ വിഷൻ ലൈവ് കൊടുക്കാൻ ആരംഭിച്ചു. അതിനു മുമ്പ് തെരഞ്ഞെടുത്ത ദൃശ്യങ്ങൾ ദൂരദർശനാണ് കാണിക്കുക. ഇതുപോലെ എക്സ്പെൻഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി അവർക്ക് കാണിക്കാൻ കഴിയും. അവർക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ലൈവ് അങ്ങനെ ചെയ്തിരുന്നില്ല. ഇത് കാണിക്കാൻ തുടങ്ങി. അത് സത്യത്തിൽ ഞങ്ങളൊക്കെ പറയുമായിരുന്നു, അത് MLA-മാരുടെ അപ്പിയറൻസിൽ പോലും മാറ്റം വരുത്തി. 99% പേരും വെള്ളയും എടുത്തു നടന്നിരുന്ന രാഷ്ട്രീയക്കാരിൽ താല്പര്യമുള്ള ചിലരെങ്കിലും അവരുടെ വയപരിധിക്ക് അനുസരിച്ച തരത്തിലുള്ള, അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങി. നിറപ്പകിട്ടുള്ള ഉടയാടകൾ ഉടുത്ത് ഇവര് അവിടെ വരാൻ തുടങ്ങി. മാത്രമല്ല അത് ലൈവാണ് കാണിക്കുന്നത് എന്നുകൊണ്ട് കൂട്ടുവ വരുന്നു ചില സമയത്ത്, അത് ഒഴിവാക്കണം എന്നൊക്കെ ആദ്യം വാദം വന്നിരുന്നെങ്കിലും കൂട്ടുവ ഇടാതിരിക്കണം അവിടെ എന്ന ഒരു പാഠം സാമാജികർ അവർ സമ്മതിച്ചില്ലെങ്കിൽ പോലും അബോധമായിട്ട് ഉൾക്കൊണ്ടത് ഞങ്ങൾ കണ്ടു. ചില കൂട്ടുവായക്കാരൊക്കെ മര്യാദയ്ക്ക് ഇരിക്കുന്നു എന്ന് ഞങ്ങൾ ഫലിതം പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. മാത്രമല്ല അത് വക്കം പുരുഷോത്തമൻ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, ഈ വരുന്നതും പോകുന്നതും ചോദ്യോത്തരവേളയിലെങ്കിലും മുഴുവൻ സമയം ഇരിക്കണം എന്ന് നിയമസഭാംഗങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. ലൈവ് ലൈവിന് ജീവനുമായി ബന്ധപ്പെട്ട ഒരർത്ഥം കൊണ്ട് നിർജീവമായ ചില മൂല്യങ്ങളിൽ നിന്നിരുന്നവരിടത്തേക്ക് ലൈവ് ജീവത്തായ ചില മൂല്യങ്ങൾ കൊണ്ടുവന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ ഇന്ത്യ വിഷന്റെ കോൺട്രിബ്യൂഷനുകളാണ്. പക്ഷെ അതും സാമ്പത്തിക പ്രശ്നങ്ങളിൽ അത് ഉലഞ്ഞു, അതിൽ ചാനൽ കട്ട് ചെയ്യപ്പെടുന്ന സ്ഥിതി വരെ ഉണ്ടായി. ആ ഒരു ഘട്ടത്തിൽ ഞാൻ വിട്ടുപോയി. റെജീന സംഭവം നടക്കുമ്പോഴും ഉണ്ട്. പക്ഷേ അതിൽ ഒട്ടേറെ ദുഷ്ട താല്പര്യങ്ങളോടുകൂടി പലതരം അവകാശവാദങ്ങളും ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എനിക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. എന്തിനാണ് അത് വലിച്ച് അത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒരു നേതാവിനെതിരെ ഒരു പെൺകുട്ടി ഒരു അഭിപ്രായം പറഞ്ഞു, അത് കൊടുക്കാൻ ആരും തയ്യാറാവാതെ ഇരുന്ന സമയത്ത് അത് ഇന്ത്യ വിഷൻ കൊടുത്തു. അത് കുഞ്ഞാലിക്കുട്ടിക്കെതിരായ മുനീറിന്റെ ഒരു താല്പര്യം അതിൽ പ്രവർത്തിച്ചിരുന്നു, മുനീർ അറിയാതെ കൊടുത്തു. ഇതൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലും അവിടെ അറിയാമെങ്കിൽ, രഹസ്യങ്ങൾ വിറ്റ് നടക്കുന്ന മറ്റേ ഇതിലെ പാവങ്ങളിൽ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അറിയാവുന്ന രഹസ്യങ്ങൾ വിറ്റ് തിന്നുന്ന രീതിയിലേക്ക് മനുഷ്യർ പോയിക്കൂടാ. അത് ആവശ്യമാണ്. അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഘട്ടത്തിൽ
അതിന്റെ കാര്യങ്ങൾ ആളുകൾക്ക് തുറന്നു പറയാം. അതിനെക്കുറിച്ച് ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് തർക്കിച്ചു. മുനീർ അറിഞ്ഞിരുന്നോ, മുനീർ അറിയാതെ കൊടുത്തോ, ഡെസ്ക് അറിയാതെ റിപ്പോർട്ടർ കൊടുത്തോ എന്നൊക്കെ പലതരത്തിലുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം തർക്കങ്ങളെക്കുറിച്ച് കമന്റ് ചെയ്യാൻ ഞാനില്ല. റെജീനയുടെ കാര്യത്തിൽ അത് കൊടുത്തു, ചാനൽ കൊടുത്തു. ആ കൊടുത്തു എന്ന തീരുമാനത്തിനൊപ്പം മുനീർ ഉറച്ചു നിന്നു. ആ മുനീർ അതിന്റെ പേരിൽ മുനീറിനെ അന്തരിച്ച തങ്ങൾ വിളിപ്പിക്കുന്നുണ്ട്. മുനീർ പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ അവിടെ പോയിട്ട് അത് പറയും. ഇതിന്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും ഇത് ചാനലിനെ ബാധിക്കരുത്, ഞാൻ പോകും എന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് മുനീർ പോയി. ഞങ്ങളൊക്കെ അത് സങ്കടത്തോടെ കണ്ടു നിൽക്കുകയാണ്. മുനീറിന് ഇങ്ങനൊരു ധാർമ്മിക പ്രശ്നം, ധർമ്മസങ്കടം പറ്റിപ്പോയല്ലോ എന്ന്. പക്ഷെ മുനീറിനെ കുറിച്ച് മുനീറിന്റെ തന്നെ ശത്രുക്കളായിട്ടുള്ള ആ പാർട്ടിയുടെ ഉള്ളിലുള്ള ആളുകൾ പറഞ്ഞു, മുനീർ അങ്ങനെയൊന്നും പറഞ്ഞില്ല, മുനീർ അവിടെ ചെന്നിട്ട് തങ്ങളെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞു. നമുക്കറിയില്ല. പക്ഷേ മുനീറിന് സ്ഥാനചലനം ഉണ്ടായില്ല. ചാനലിന് മേൽ എന്തെങ്കിലും നിയന്ത്രണം തങ്ങൾ പോലും ഏർപ്പെടുത്തിയില്ല. ചാനൽ മുന്നോട്ട് പോയി. ചാനൽ പിന്നീട് ഇല്ലാതായതിന് മറ്റു ചില കാരണങ്ങളാണുള്ളത്. അപ്പൊ ഇതിൽ ആ പറയുന്ന കഥകളൊക്കെ മുനീർ അറിയാതെ കൊടുത്തു, മുനീർ തന്നെ ഇതാക്കി, തങ്ങൾ പ്രശ്നം, അത്തരത്തിലുള്ള ആ കഥകളൊക്കെ പിന്നീട് പലരും പറയുമ്പോൾ അവര് ദുഷ്ടലാക്കോട് കൂടി പറയുന്നല്ല, പറയുമ്പോൾ ഊന്നലുകളിലും മാറിയിട്ട് വരുന്നതാണ്. അങ്ങനെയല്ല അത് ചർച്ച ചെയ്യുന്നത്. അതൊരു അവിവേകമായിരുന്നു എന്ന് വിലയിരുത്തുന്നുണ്ട്. ആ ചാനൽ അത് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് വിലയിരുത്തുന്നവരുണ്ട്. ആ വിലയിരുത്തലുകളും കൂടി നമ്മുടെ ചിന്തകളുടെ ഭാഗമാകട്ടെ എന്ന്. എന്തായാലും കൊടുത്തു എന്ന സംഭവമുണ്ട്. അതൊരു എഡിറ്റോറിയൽ തീരുമാനം അതിന്റെ പുറകിലുണ്ട്. അതിൽ ആരൊക്കെ പങ്കെടുത്തു നിന്നു എന്നുള്ള വേറെ കാര്യം അതുണ്ട്. അത് ആ ചാനൽ കൊടുത്തു. അതിനെന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ ചാനൽ അനുഭവിച്ചു. ആ ചാനലിൽ ആക്രമണമൊക്കെ ഉണ്ടായല്ലോ, ആ ചാനൽ അനുഭവിച്ചു. അത് ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും. അതിൽ ഉണ്ട് എന്ന് പറയുന്ന അവിവേകം, അത് വിവേകമില്ലാതെയാണ് കൊടുത്തത്, മുനീറിന്റെ തെറ്റായ താല്പര്യത്തിന് വേണ്ടി കൊടുത്തു എന്നൊക്കെ പലരും ആരോപിക്കുന്നുണ്ട്. ആ ആരോപണങ്ങളും കൂടി ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കട്ടെ. ഒരു 50 കൊല്ലം കൂടി കഴിഞ്ഞ് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ ശരിതെറ്റുകൾ കാലത്തിന് തന്നെ കണ്ടെത്താൻ പറ്റും. അത് കൊടുത്ത തീരുമാനത്തിൽ പങ്കാളിയാണ് ഞാൻ ആ തീരുമാനം ഉയർത്തിപ്പിടിക്കുന്നു. ആ തീരുമാനം അന്നത്തെ കോണ്ടസ്റ്റിൽ, അന്നത്തെ ഇന്ത്യ വിഷന്റെ വേദിയിൽ അത് കൊടുക്കപ്പെടാവുന്നത് തന്നെയാണ്. ആ എഡിറ്റോറിയൽ ഡിസിഷൻ ശരിയായിരുന്നു. അതിന്റെ കൂടെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അന്നത്തെ ശരിയായിരുന്നു. പിന്നെയും കുറച്ചു കാലം കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യ വിഷനില് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചാനല് ചില ദിവസങ്ങളിൽ സ്ക്രീനിൽ നിന്ന് ഔട്ടാവുന്നതുണ്ടായിരുന്നു. ഞാൻ അവിടെ തന്നെ പക്ഷെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ശമ്പളം കിട്ടാത്ത സമയമൊക്കെ വന്നുവെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഉള്ള ശമ്പളം എല്ലാവർക്കും കുറേശ്ശെയായിട്ട് കൊടുക്കുക, ഉള്ള പണം എല്ലാവർക്കും കുറേശ്ശെയായിട്ട് കൊടുക്കുക, ഏറ്റവും താഴ്ന്ന ജീവനക്കാർക്ക് കൂടുതൽ കൊടുക്കുക, ഏറ്റവും കൂടിയ ശമ്പളം കിട്ടുന്ന ആളുകൾ ഏറ്റവും അവസാനം മാത്രം മേടിക്കുക, അത്യാവശ്യം കാര്യങ്ങൾക്ക് ഉള്ള കാശ് മാത്രം ആദ്യം മേടിക്കുക എന്നൊക്കെ ഉള്ള തരത്തിലൊക്കെ ഉള്ള സംവിധാനങ്ങളോടുകൂടി അത് തുടരുകയായിരുന്നു. ഞാൻ അവിടെ നിന്ന് വിട്ടത് ഇന്ത്യ വിഷന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടല്ല. ഞാൻ അവിടെ നിന്ന് വിട്ടത് കൈരളി ചാനൽ പീപ്പിൾ എന്ന് പറയുന്ന അവരുടെ വാർത്താ ചാനൽ തുടങ്ങി. വാർത്താ ചാനലിൽ പ്രവർത്തന പരിചയമുള്ള ഒരാളെ വേണമെന്ന് അവർക്ക് തോന്നി. അത് ഞാൻ സ്വീകാര്യനാണെന്നും ആ ചാനലിന്റെ നേതൃത്വത്തിന് തുടങ്ങി. അവരെന്നെ അപ്രോച്ച് ചെയ്യുകയും ഞാൻ നികേഷിനോടും എന്റെയും മുനീറിന്റെയും അനുമതിയോടുകൂടിയും അവരോട് നല്ല രീതിയിൽ പറഞ്ഞും അവിടെ നിന്ന് അനുവാദം വാങ്ങി നല്ല രീതിയിൽ കൈകൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. 2005 പീപ്പിൾ തുടങ്ങുമ്പോൾ ഇതിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. പീപ്പിൾ തുടങ്ങുമ്പോൾ വാർത്താ ബാഹ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഞാൻ അതിന് തൊട്ടു മുമ്പ് ഏഷ്യാനെറ്റിലായിരുന്നു, പിന്നെ ഇന്ത്യ വിഷനിലായിരുന്നു. ആ സമയത്ത് ഞാൻ സ്വീകരിക്കപ്പെട്ട പോലെയല്ല പലർക്കുമിടയിൽ പീപ്പിളിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ ഞാൻ സ്വീകരിക്കപ്പെട്ടത്. ഞാൻ ഇവിടെ എന്തുകൊണ്ട് വന്നു എന്നതായിരുന്നു ആദ്യത്തെ ഒരു അന്വേഷണം. ഇവിടുത്തെ ഒരു വാരികയിൽ ഒരു മുഖവാർത്ത തന്നെ വന്നു. അതായത് ഈ CPIM-ന്റെ എന്തൊക്കെയോ ഗ്രൂപ്പ് തർക്കങ്ങളിൽ ഒരു ഗ്രൂപ്പിനെ ദ്രോഹിക്കുന്ന തരത്തിൽ മറ്റൊരു ഗ്രൂപ്പിന് പ്രിയങ്കരമായ വിധത്തിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തതുകൊണ്ടാണ് ഇവിടെ വന്നത്, വാർത്തകളിലൂടെ ഇന്ത്യ വിഷനിലിരിക്കെ എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചു. അത്തരത്തിൽ എന്ന് വെച്ചാൽ നിങ്ങൾ നിൽക്കുന്ന ഇടം നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്ന അതിനെ ഇങ്ങനെ വിലയിരുത്തുക, നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞു കേൾക്കുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല. വളരെ അധാർമികമായ ആക്രമണങ്ങൾ അന്ന് നടന്നു. അപ്പോൾ അത് മനസ്സിലായി.
ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ പല സ്ഥലത്തും നിന്നിട്ടുണ്ട്, അവിടെയൊന്നും ഇങ്ങനെയുള്ള ആക്രമണങ്ങളല്ല വന്നിട്ടുള്ളത്. വന്നു, റെജീനയുടെ വാർത്ത കൊടുത്തപ്പോൾ ഇന്ത്യ വിഷനിലും ഉണ്ട്. ഞാൻ അതിന്റെ തൊട്ടടുത്ത താമസിക്കുന്നത്. ഞാൻ ഇറങ്ങി നടന്നു പോകുമ്പോൾ ചുമട്ടുകാര് ഞങ്ങൾ അവിടെ കൊണ്ടേയാക്കാം സാറേ എന്ന് പറഞ്ഞ് വരുന്ന കാഴ്ച വരെ ഉണ്ടായിട്ടുണ്ട് ആ ദിവസങ്ങളിൽ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ് വന്നതെന്ന് കണ്ടു. 2005 ഇവിടെ വന്നത്. നമ്മൾ സംസാരിക്കുന്നത് 2025. 20 കൈരളി വർഷങ്ങൾ എനിക്ക് കടന്നുപോയിരിക്കുന്നു. ഇവിടെ തന്നെ നിൽക്കാൻ കഴിഞ്ഞു എന്നത് ഞാൻ അഭിമാനത്തോടു കൂടി കാണുന്നു എന്നാണ് കൈരളിയെ കുറിച്ച് ആദ്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ ഉള്ളത്, അറിഞ്ഞോ അറിയാതെയോ കൈരളി ഒറ്റ സ്വരത്തിൽ സംസാരിക്കുകയും മറ്റെല്ലാ മാധ്യമങ്ങളും മറ്റൊരു സ്വരത്തിൽ ഒരുമിച്ച് സംസാരിക്കുകയും ചെയ്യുന്നൊരു രീതിയിൽ ദൃശ്യമാധ്യമ രംഗം മാറിയിട്ടുണ്ട്. അത് എന്തു പറയുന്നു എന്നുള്ളതല്ല, എങ്ങനെ അത് പറയുന്നു എന്നതിൽ പോലും. എന്ത് കിട്ടിയാലും അത് നമ്മുടെ ചില താല്പര്യങ്ങൾക്ക് ചേരുന്നതാണെങ്കിൽ അതങ്ങ് ഏറ്റവും അധമമായ രീതിയിൽ കൊടുക്കുക, ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ജനങ്ങൾക്ക് എത്തിക്കുക എന്നത് മലയാള മാധ്യമങ്ങളുടെ ശൈലിയായിരിക്കും. പുതിയ റേറ്റിംഗ് രീതി കൂടി വന്നതോടുകൂടി റേറ്റിംഗിന് വേണ്ടി ആരുടെയും പ്രതിത്വത്തെ ചോദ്യം ചെയ്യുക, ആരുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് കടക്കുക, ഏതൊരു വാർത്തയും പൈങ്കിളിവൽക്കരിച്ച് ആഭാസവൽക്കരിച്ച് പറയുക, ഒരു ഒളിഞ്ഞുനോട്ടമില്ലെങ്കിൽ ഒരു വാർത്തയും സാമൂഹ്യ മൂല്യം ഇല്ല എന്ന് തീരുമാനിക്കുക. പണ്ടൊക്കെ വാർത്തയ്ക്ക് ഒരു വാർത്തയുടെ സാമൂഹ്യ മൂല്യം വിലയിരുത്തിയാണ് നമ്മൾ കൊടുത്തിരുന്നത്, നമ്മൾ പിടിച്ചു വെച്ചിരുന്നത്. വർഗീയ കലാപം നടക്കുമ്പോൾ വർഗീയ കലാപം നടത്തിയ കക്ഷികളുടെ ഇരകളുടെ ഒന്നും മതം വെളിവാക്കുന്ന വിധത്തിൽ പേര് പറയരുത് എന്ന് പറഞ്ഞ് ശീലിച്ച ഒരാളുകളാണ് നമ്മൾ. ഇപ്പോ വർഗീയ കലാപം നടക്കുമ്പോൾ വർഗീയ കലാപം ആയിട്ടില്ലെങ്കിൽ അത് വർഗീയ കലാപമായി വളർത്താൻ, കലാപമാണെങ്കിൽ മഹാകലാപമായി പെരുപ്പിക്കാൻ വേണ്ട തരത്തിൽ സംസാരിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനെതിരെ നിന്ന് പൊരുതുന്നു എന്നതാണ് ഇപ്പോഴത്തെ കൈരളിയുടെ പ്രസക്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒന്ന്, ഞാനിവിടെ ചെയ്ത ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു തിരുത്തൽ പരിപാടി ഞാനിവിടെ ചെയ്തിരുന്നു. അത് ഞാൻ എൻ്റെ കരിയറിൽ വളരെയേറെ വിലമതിക്കുന്നതാണ്. ഈ ശൈലി ഉയർന്നു വന്നപ്പോൾ ഏകപക്ഷീയമായിട്ട് ചില മാധ്യമങ്ങളുടെ, കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ എന്ന് തന്നെ പറയാം, ഈ ശൈലി മുന്നോട്ട് പോയപ്പോൾ നുണകളും അർദ്ധസത്യങ്ങളും നിറം പിടിപ്പിച്ച ആ വിഭവങ്ങളും നമ്മളെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു തിരുത്തൽ പരിപാടി എന്ന നിലയ്ക്ക് അഴിച്ചുപണി, മാധ്യമ പാഠങ്ങളുടെ അപനിർമ്മിതി എന്നൊരു പരിപാടി ഞാൻ ഇവിടെ തുടങ്ങി. അത് വളരെ നല്ല രീതിയിൽ പോയി. അത് മുന്നോട്ട് പോയി. അത് നോക്കി പല മാധ്യമങ്ങളിലും ആളുകൾ അതിൻ്റെ ആദ്യ സംപ്രേഷണ വേളയിൽ കാത്തിരിക്കുന്ന ഒരു സ്ഥിതി വരാൻ തുടങ്ങി. അതിൻ്റെ പ്രോമോ റൺ ചെയ്യുമ്പോൾ അത് ഇന്ന ഐറ്റം ഉണ്ടല്ലോ, അത് കൊടുക്കല്ലേ എന്ന് പറയുന്ന നിലയുണ്ടായി. പക്ഷെ വ്യക്തികൾക്കെതിരായിരുന്നില്ല, അത് ആളുകൾക്കെതിരായിട്ടല്ല, ആശയങ്ങൾക്കെതിരായിട്ടായിരുന്നു അത് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് ഞാൻ അവരോടും പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എനിക്കും സന്തോഷമുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ചില മേഖലകളിൽ എങ്ങനെ സ്വീകരിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ രണ്ടറ്റത്തുള്ള രണ്ട് സംഭവം മാത്രം പറയാം. ഒന്ന്, ഒരു ക്രിസ്ത്യൻ കോളേജിൽ ജേർണലിസം പഠിപ്പിക്കുന്ന ക്രിസ്തീയ പുരോഹിതൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ അതിലെ കടുത്ത കക്ഷി രാഷ്ട്രീയം വരുന്ന കക്ഷി രാഷ്ട്രീയമാണല്ലോ നമ്മൾ, അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കി മറ്റതെല്ലാം പ്രിസർവ് ചെയ്യുന്നു, ഞങ്ങളത് കുട്ടികളെ കാണിക്കുന്നു. വളരെ ബലപ്പെട്ട, പ്രത്യേകിച്ച് ക്രിസ്തീയ പുരോഹിതരൊക്കെ ആകുമ്പോൾ അവർക്ക് വാല്യൂസിൽ അവരുടേതായിട്ടുള്ളൊരു താല്പര്യമുണ്ടല്ലോ, ധാർമ്മിക താല്പര്യങ്ങളുണ്ടല്ലോ. ആ ധാർമ്മിക താല്പര്യങ്ങൾക്ക് നിരക്കുന്നത് ഞങ്ങൾ കുട്ടികളെ കാണിക്കുന്നു. നാളത്തെ ജേർണലിസത്തിന്റെ വാല്യൂസ് ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അതങ്ങനെ ഒരു മറ്റൊന്ന്, പേര് പറയാം, അത് ഈ സന്ദർഭത്തിൽ പേര് പറയാം. മനോരമയിൽ വന്ന മദ്യപരെ കളിയാക്കുന്ന ഒരു ആക്ഷേപഹാസ്യ പരിപാടി ഞാൻ എടുത്തു കാണിച്ച് വിമർശിച്ചു എന്താന്ന് വെച്ചാൽ, അവരെന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഒരാള് മദ്യപിച്ച് കുഴഞ്ഞ് നിലതെറ്റി ബിവറേജ് സ്റ്റാളിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ദൃശ്യമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാനത് കാണിച്ചു പറഞ്ഞു, ഇതെന്തൊരു കഷ്ടമാണത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്, എന്താണ് ആ പർപ്പസ്? അയാളുടെ മുഖം മറച്ചിട്ടില്ല, അയാൾ ആരാണെന്ന് അറിയില്ല, അയാൾക്ക് ഭാര്യ ഉണ്ടാവാം, അയാൾക്ക് മക്കളുണ്ടാവാം, അവരിൽ പെൺമക്കളുണ്ടാവാം,
അയാളുടെ പ്രായം വെച്ചിട്ട് അതിൽ വിവാഹപ്രായമായ കുട്ടികളുണ്ടാവാം. നമ്മളായിട്ട് എന്തിനാണ്, മാധ്യമങ്ങളായിട്ട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന തരത്തിൽ സംസാരിച്ചു. ഇത് കാണിച്ചിട്ട് അവര് ഇട്ടിരുന്നത് ദാഹജലം തരുമോ എന്ന ആ പാട്ടായിരുന്നു ഇട്ടിരുന്നത്. ഞാൻ പറഞ്ഞു ആ പാട്ടിന്റെ അർത്ഥം എന്താണ്, ആ പാട്ടിലെ ദാഹജലം എന്താണ്? പൊള്ളുന്ന എല്ലാ ജീവജലം, ദാഹജലവും പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ജീവജലവും ആവുന്നുണ്ട്. ജീവിക്കുന്ന എല്ലാവർക്കും ദാഹജലം വേണം എന്നു മാത്രമല്ല, ഈ അഴലിൻ പഞ്ചാഗ്നി നടുവിൽ വേദനിക്കുന്ന എല്ലാ മനുഷ്യാത്മാവിനും ജീവജലത്തിന് അർഹതയുണ്ട് എന്ന് ഒരു മഹാകവി ഒരു സംസ്കാരത്തോട് പറഞ്ഞ പാട്ട്. ആ പാട്ടെടുത്ത് ആ പാട്ട് കേട്ടാൽ ആളുകൾ കളിയാക്കില്ലേ എന്ന് ഞാൻ പിന്നെ വേദികളിലും പറയാറുണ്ട്. ഞാൻ വെറുതെ ഒരു ദിവസം ആ പാട്ടൊന്ന് മൂളിയപ്പോൾ എൻ്റെ കൊച്ചുമോള് പറഞ്ഞു, ഈ പാട്ട് ഞാൻ മറ്റേ ഇതിൽ കണ്ടു, അത് രസമുള്ള ഇതാണല്ലോ എന്ന് പറഞ്ഞു. അതിന്റെ ഹാസ്യവൽക്കരണമാണ് ആ കുഞ്ഞിനെ ആകർഷിക്കുന്നത്. ഒരു പാട്ട് കേട്ടാൽ ഗൗരവമുള്ള, ജീവിതത്തിൽ ഏറ്റവും തിരസ്കരിക്കപ്പെട്ട മനുഷ്യനാണ് ആയിട്ടാണ് കുഷ്ഠരോഗി അതിൽ വരുന്നത്. ആ കുഷ്ഠരോഗി പാടുന്ന വേദനയുടെ പാട്ട്, ആ പാട്ട് കേട്ടാൽ അടുത്ത തലമുറ ചിരിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞു. അപ്പോൾ മരിച്ചുപോയി മാത്തുക്കുട്ടിച്ചായൻ. അദ്ദേഹം മനോരമ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇന്ന ചാനലിൽ നിങ്ങളുടെ ഒരു കണ്ടന്റിനെ വിമർശിച്ചുകൊണ്ടൊരു സാധനം വരുന്നുണ്ട്, അവർ പറഞ്ഞതാണ് ശരി എന്ന് ഒന്ന് അവിടെ പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. ആ ചാനലിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതും എൻ്റെ ആ പരിപാടിയുടെ ഒരു ധന്യതയാണ്. ഞാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിൻ്റെ കൂടെ സമാന്തരമായിട്ടൊരു കവി കൂടിയാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. അത് പക്ഷേ കൂടുതൽ പേർക്ക് അറിയാവുന്നത് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്. ഇതിൻ്റെ ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ, ഇതിലൊക്കെ തല കാണിക്കുന്നതുകൊണ്ട് ആ പേരാണ്. അപ്പൊ മാധ്യമ പ്രവർത്തകന്റെ പരസ്യ ജീവിതത്തിന്റെ ഇടയിൽ ഒളിച്ചു കഴിയുന്ന ഒരു കവിയാണ് ഞാൻ, ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് ഞാൻ. ഈ സാംസ്കാരികത എല്ലാ കാലത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രസിദ്ധീകരിക്കുന്ന എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കയ്യെഴുത്ത് മാഗസിനിൽ പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ കവിത വയലാർ രാമവർമ്മ മരിച്ചു. അപ്പോൾ വയലാർ രാമവർമ്മയ്ക്ക് ഒരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു കവിതയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. അത് എന്നും കൂടെ ഉണ്ടായിരുന്നു. അത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കവിയായി അറിയപ്പെടാനോ കവിയുടെ വേഷവിധാനങ്ങൾ ധരിച്ച് കവിയുടെ ലീലാവിലാസങ്ങൾ കാണിച്ച് നടക്കാനോ ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് എൻ്റെ ജേർണലിസത്തിന് അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കവി, ഒരു സാംസ്കാരിക പ്രവർത്തകൻ നടത്തിയ പത്രപ്രവർത്തനം എന്ന് എൻ്റെ പത്രപ്രവർത്തക ജീവിതത്തിന് ഒരു വിപുലീകൃത വാക്യം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ദേശാഭിമാനിയിൽ ജോലി ചെയ്യുമ്പോൾ ദർപ്പണം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സങ്കല്പം കൊടുത്തിട്ടൊരു പേജ് അവിടെ തുടങ്ങാൻ കഴിഞ്ഞു. അത് സാംസ്കാരിക പഠനങ്ങളുടെ പത്ര ഉള്ളടക്കമാക്കിയ രൂപമായിരുന്നു. അത് മലയാളത്തിൽ അങ്ങനെ ആദ്യമായിട്ടാണ് വന്നത്. അതിലാണ് ബാബറി മസ്ജിദ് ഒരു വിവാദമായിട്ട് ഇങ്ങനെ പൊന്തി വരുമ്പോൾ അതിനെക്കുറിച്ചൊരു പഠനം സീരിയലൈസ് ചെയ്തത് ആഴ്ചതോറും വന്നിരുന്ന ആ പേജിലാണ്. ആ പഠനം തുടങ്ങി വെച്ചത് സച്ചിദാനന്ദനാണ്. ആ ചർച്ച അവസാനിപ്പിക്കുന്നത് EMS ആണ്. അതിൽ P ഗോവിന്ദപിള്ളയെ പോലുള്ള ഇവിടെയുള്ള ആളുകളും RS ശർമ്മയെ പോലുള്ള ദേശീയ തലത്തിലുള്ള ചരിത്രകാരന്മാരും എഴുതിയിരുന്നു. അത് പിന്നീട് തൃപ്പൂണിത്തുറയിലുള്ള ഒരു സാംസ്കാരിക സംഘം അത് ശേഖരിച്ച് ഒരു ലഘുലേഖയായിട്ട് അവിടെ വിതരണം ചെയ്തു. അത്തരത്തിലൊക്കെയുള്ള ഒരു പിന്തുണ കിട്ടി. ഞാൻ ഏഷ്യാനെറ്റിൽ വന്നപ്പോഴും അവിടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നന്ന് വാർത്തകൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ദൃശ്യങ്ങൾ സിംഗപ്പൂർ എത്തിക്കാൻ കഴിയില്ല. അത് കാസറ്റിലാക്കി അയച്ചു കൊടുത്ത് വിമാനത്തിൽ കയറ്റി വിട്ട് അവിടെ എത്തിച്ചിട്ടൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അന്നന്ന് വാർത്തകൾ കൊടുക്കാൻ പറ്റില്ല. ഇത് ഏറ്റവും അധികം സഫർ ചെയ്യുന്നത് സാംസ്കാരിക വാർത്തകളായിരുന്നു. മറ്റതൊക്കെ നമ്മൾ ഫയലിട്ട് കൊടുക്കും. കരുണാകരൻ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫയലിട്ട് അത് അങ്ങ് കൊടുക്കും. അദ്ദേഹം പറഞ്ഞ ദൃശ്യം ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. അപ്പൊ സാംസ്കാരിക വാർത്തകൾ സഫർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ സാംസ്കാരികം എന്ന ഒരു കോളം തുടങ്ങി. അത് ആഴ്ചയിൽ ഒരിക്കൽ വന്നു. അതും ഈ കൾച്ചറൽ സ്റ്റഡീസിന്റെ, അത് കൾച്ചറൽ സ്റ്റഡീസ് ഒന്നും ഇത് കയറൂല, പക്ഷെ അതിന്റെ ചില താല്പര്യങ്ങളോടെ ഉള്ള ഒരു പാഠമായിരുന്നു. ഇങ്ങനൊരു കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരിക വാർത്തകൾ ചെയ്തിരുന്നു എന്നതിൻ്റെ കൂടെ അത് നിറവേറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു എൻ്റെ ഗവേഷണവും. എൻ്റെ ഗവേഷണം സാധാരണ MA കഴിഞ്ഞാൽ നമ്മൾ MPhilന് പോയി എന്ന് വരും, PhDക്ക് എടുക്കാൻ വേണ്ടി ചേർന്നു എന്ന് വരും. പക്ഷേ എൻ്റെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായില്ല. ഞാൻ നേരെ പത്രാഫീസിലേക്കാണല്ലോ വന്നത്. കുറേ കാലത്തിന് ശേഷം, ഞാൻ കൈരളിയിൽ ഒക്കെ വന്നതിന് ശേഷം 2005 ശേഷം
ഞാൻ പഠിച്ചിരുന്ന കോളേജിന് ഗവേഷണ കേന്ദ്രത്തിന്റെ പദവി കിട്ടി, കേരളവർമ്മ കോളേജിന്. അപ്പോൾ അവിടുത്തെ പല അധ്യാപകരും ഗൈഡുമാരായി മാറി, ചിലർ നിശ്ചിത യോഗ്യതകളുള്ളവർ ഗൈഡുമാരായി മാറി. അപ്പോൾ എൻ്റെ അധ്യാപകൻ CR രാജഗോപാലൻ വിളിച്ചു. ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ പഴയ സുഹൃത്തുക്കളെ, ശേഷിയുണ്ടെന്ന് തോന്നുന്നവരെ ഗവേഷണത്തിന് വിളിക്കുകയാണ്. ചന്ദ്രശേഖരനെയും വിളിച്ചിരിക്കുന്നു, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഗവേഷണം ചെയ്യണം. അപ്പം മാഷെ, ഞാൻ ന്യൂസ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കില്ലേ, വലിയ തിരക്കല്ലേ. അല്ല, അതൊക്കെ നിങ്ങളുടെ കാര്യം, തീരുമാനിച്ച് ഒരു ഗവേഷണം ചെയ്യും, നിങ്ങൾ ഗവേഷണം ചെയ്യേണ്ട ആളായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എന്നെ അത് വല്ലാതെ മോഹിപ്പിച്ചു. എനിക്കതൊരു വെല്ലുവിളിയായിട്ട് തോന്നി. ഞാനിവിടുന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസിൻ്റെ കയ്യിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി ഗവേഷണത്തിൽ ചേർന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രവേശന പരീക്ഷ എഴുതണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയിട്ട്. ഞാൻ പ്രവേശന പരീക്ഷ എഴുതാൻ വേണ്ടി കയറി ചെന്നപ്പോൾ ഇൻവിജിലേറ്റർ വന്നതാണെന്ന് വിചാരിച്ച് കുട്ടികളെ എഴുന്നേറ്റ് നിന്നു. ഞാൻ പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ ഒരാൾക്ക് മനസ്സിലായി ഇത് പത്രപ്രവർത്തനാണെന്ന്. സാറിൻ്റെ ഇവിടെ ഞാൻ പരീക്ഷ എഴുതാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെയുള്ള ആളുകളെയും വിളിച്ച് ഇവർ പരീക്ഷകരാക്കി നിർത്തിയിട്ടുണ്ടോ എന്നറിയാണ്ട് എഴുന്നേറ്റ് നിന്ന് പോയതാന്ന് പറഞ്ഞു. അങ്ങനെ ആ പരീക്ഷ എഴുതി, അത് ജയിച്ച്, അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഫുൾ ടൈം ആയിട്ട് ജോയിൻ ചെയ്തു. എന്നിട്ട് പ്രത്യേക അപേക്ഷ കൊടുത്ത് പാർട്ട് ടൈം ആക്കി. പാർട്ട് ടൈം ആയിട്ട് ഗവേഷണം ചെയ്യാൻ അധ്യാപകർക്ക് മാത്രമേ അനുമതി കൊടുക്കുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ ചൂണ്ടിക്കാണിച്ചു, എൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്, പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ തന്നാൽ ഈ ഗവേഷണം എനിക്ക് ചെയ്യാൻ കഴിയും, ഇന്നതാണ് എൻ്റെ ഇതെന്ന് വെച്ച് പ്രത്യേക അനുമതി എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ഇവിടുന്ന് പെർമിഷനും എടുത്തിട്ട് പാർട്ട് ടൈം ഗവേഷണം നടത്തി. ഞാൻ പറയാൻ വന്നത് അതെ, അത് തന്നെയാണ്. ആ വിഷയം എൻ്റെ പത്രപ്രവർത്തന താല്പര്യങ്ങളും എൻ്റെ സാംസ്കാരിക താല്പര്യങ്ങളും ഒത്തുചേർന്നൊരു വിഷയമായിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനെ കുറിച്ചുള്ള ഒരു സാംസ്കാരിക പഠനമാണ് ഞാൻ ഇത് ചെയ്തത്. അതായത് അതുവരെയുള്ള 2010 വരെയുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പുകളെ എടുത്ത് അതിൻ്റെ മാതൃകാലക്കങ്ങളെ എടുത്ത് പഠിച്ച് ആ മാഗസിൻ എങ്ങനെയാണ് ഉണ്ടായത്, എന്തൊക്കെ പറയാനാണ് ഉണ്ടായത്, അതിൻ്റെ ഉള്ളടക്കത്തിലും അതിൻ്റെ രീതികളിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, എന്താണ് ഒരു ആനുകാലികത്തിൻ്റെ ധർമ്മം, എങ്ങനെയാണ് അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആശയ സ്രോതസ്സായി സാംസ്കാരിക പ്രചോദനമായി നിൽക്കുന്നത് എന്നതിന് വ്യാഖ്യാനിച്ചു. ഞാൻ പറയും, അത് ടെലിവിഷനെ കുറിച്ച് റെയ്മണ്ട് വില്യംസ് നടത്തിയിട്ടുള്ള ഒരു പഠനമുണ്ട്. ആ പഠനത്തിന്റെ മാതൃകയിൽ ചെയ്തിട്ടുള്ള ഒരു സാംസ്കാരിക പഠനമാണ്. അതിലാണ് കാലിക്കറ്റ് സർവകലാശാല PhD ബിരുദം തരികയും എൻ്റെ പേരിൻ്റെ മുമ്പിൽ ഞാൻ പഠിച്ചപ്പോഴൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ബിരുദം ചേരുകയും ചെയ്തത്, ഡോക്ടർ NP ചന്ദ്രശേഖരൻ എന്നായത്. പ്രസക്തമായ അക്കാദമിക് സന്ദർഭങ്ങളിൽ മാത്രമേ ഞാൻ അത് ഉപയോഗിക്കാറുള്ളൂ. ഡോക്ടർ എന്ന് ചേർത്ത് വെച്ചത് കൊണ്ട് ഒരാൾ വലുതാവുന്നെന്നോ ചേർത്തില്ലെങ്കിൽ ചെറുതാവുന്നെന്നോ എനിക്ക് അഭിപ്രായമില്ല. ഡോക്ടർ കാൾ മാർക്സ് എന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. അദ്ദേഹമായിട്ട് അത് വെക്കാറുമില്ല. അപ്പൊ ഞാൻ കവിതയൊക്കെ എഴുതുമ്പോൾ NP ചന്ദ്രശേഖരൻ എന്നുള്ള പേരിൽ തന്നെയാണ് എഴുതുന്നത്. ഈ ഒരു ആനുകാലികത്തിന് മറ്റു മാധ്യമങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ പ്രത്യേകതകളുണ്ട്. ആനുകാലികം ഒരു നിശ്ചിത ദിവസം വീട്ടിൽ വന്ന് നമ്മളെ കാണുന്ന ഒരു സുഹൃത്തിനെ പോലെയാണ്. ആ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അയാളുമായിട്ട് സംസാരിക്കാനുള്ള സമയം എന്നതുപോലെ ഈ പ്രസിദ്ധീകരണവുമായിട്ട് സംവദിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തും. മറ്റൊരു മാധ്യമത്തിനും അങ്ങനെ ഒരു പ്രത്യേകതയില്ല. എല്ലാ ദിവസവും വരും. അപ്പം അത് പിന്നെ അത് വിശേഷാതിഥി അല്ലാതായി മാറും പത്രം. എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. അത് നമുക്ക് വേണ്ടപ്പോൾ തോന്നേണ്ട ഒന്നായി മാറും ടെലിവിഷൻ. മറ്റേ പുതിയ മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവും. നമുക്ക് തോന്നുമ്പോൾ നോക്കിയാൽ അത് അവിടെ ഉണ്ടാവും, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവും. ഇതെങ്ങനെയാണെങ്കിൽ ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കും. അവിടെ നിന്ന് തുടങ്ങുന്നു ആഴ്ചപ്പതിപ്പിന്റെ പ്രത്യേകത. പിന്നെ എന്തൊരു വിഭവവും ഏത് വേദിയിൽ വരുന്നു, ആ വേദിയാണ് ആ വിഭവത്തിന്റെ ആസ്വാദ്യത നിശ്ചയിക്കുന്നത്. ആഴ്ചപ്പതിപ്പിന് ഒരു വേദി എന്നുള്ള നിലയ്ക്ക് അത്തരത്തിലുള്ളൊരു പ്രത്യേകത ഉണ്ട്. അതായത് ചെമ്മീൻ എന്ന് പറയുന്ന നോവലായിരിക്കെ ആസ്വദിക്കുന്നത് പോലെയല്ല അതൊരു നാടകമാവുമ്പോൾ ആസ്വദിക്കുക, അതൊരു കഥാപ്രസംഗമാവുമ്പോൾ അങ്ങനെയല്ല ആസ്വദിക്കുക. അതൊരു സിനിമയായി മാറിയപ്പോൾ ചെമ്മീൻ വായിച്ചവരിലേറെ പേർ അത് കാണുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതൊരു മലയാള ഫിലിമായിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അതൊരു ഹോളിവുഡ് ഫിലിമായിരുന്നെങ്കിലോ അതൊരു ബോളിവുഡ് ഫിലിമായിരുന്നെങ്കിലോ അതിൻ്റെ ഒരു ആകർഷിക്കാനുള്ള ശേഷി വർദ്ധിക്കുന്നുണ്ട്. ഇതാണ് വേദിയുടെ പ്രാധാന്യം.
ഇത്തരത്തിൽ ഒരു വേദി എന്നുള്ള നിലയ്ക്ക് ആഴ്ചപ്പതിപ്പിനെ അത് പഠിക്കുന്നു. 2, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. അതിനെക്കുറിച്ച് ഒരുപാട് പേര് ഇപ്പൊ ഇങ്ങനെ ചീത്ത പറഞ്ഞ് നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതില് ഇപ്പോ പഴയ പോലെ സാഹിത്യം ഇല്ല. അതില് സാഹിത്യത്തിന്റെ തോത് കുറഞ്ഞിരിക്കുന്നു. അത് മറ്റുള്ള വിഷയങ്ങളുടെ പുറകെയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പഠിച്ച് കണ്ടെത്തിയത് ഇതാണ്. ആനുകാലികങ്ങളെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സമവാക്യം, ആനുകാലികം സമം സാഹിത്യം എന്നൊരു സമവാക്യം നമ്മൾ ഉണ്ടാക്കി വെച്ചു. നമ്മുടെ ആനുകാലിക പാരമ്പര്യം പറയുന്നതോ ആനുകാലികങ്ങളുടെ രീതിയോ അതല്ല. ആനുകാലികങ്ങൾ ഗൗരവമായിട്ട് സംസാരിക്കാനുള്ളതാണ്. സാഹിത്യം അതിൽ ഒരു വിഭവം മാത്രമാണ്. മാതൃഭൂമി ഒരിക്കലും സാഹിത്യ ആനുകാലികമായിരുന്നില്ല. അത് പിറന്നത് തന്നെ, അതിൻ്റെ ആദ്യത്തെ ആമുഖം ഒക്കെ എടുത്ത് നമ്മൾ നോക്കിയാൽ കാണാം, അത് ഒരു പൊതുവിഷയ ആനുകാലികമായിരുന്നു. പത്രത്തിൽ അന്നന്ന് പറഞ്ഞു നിർത്താൻ കഴിയാത്ത കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ, കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി സമീപിക്കാൻ വേണ്ടിയാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് തുടങ്ങിയത്. അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ പൊതുവിഷയങ്ങൾ കുറഞ്ഞു വരികയും സാഹിത്യം കൂടി വരികയും ചെയ്തു. ഇത് കണ്ടന്റ് വെച്ച് അളന്ന് തിട്ടപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ സാഹിത്യ പ്രസിദ്ധീകരണമായത് ഞങ്ങളുടെയൊക്കെ കൗമാരകാലത്ത് അത് MT പത്രാധിപരായിരിക്കെ. MT എന്ന് ഇത് പത്രാധിപരുടെ മാറ്റം കൊണ്ട് വരുന്നതല്ല, അത് കാലത്തിന്റെ ഒരു മാറ്റമാണ്. അത് കാലത്തിലാണ് അതിന്റെ കരുക്കൾ കിടക്കുന്നത്. അത് കണ്ടെത്തി അങ്ങനെ സാഹിത്യാനുകാലികമായി. പിന്നെ സാഹിത്യത കുറഞ്ഞു വന്നു. മാതൃഭൂമിയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സാഹിത്യ ആനുകാലികത്തിന്റെ പാരമ്പര്യമല്ല, അത് നമ്മുടെ പിഴച്ച ബോധം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് സ്ഥാപിച്ചു. മാതൃഭൂമി ഇപ്പോൾ കൊടുക്കുന്ന ഉള്ളടക്കം ഒരു വഴിതെറ്റലല്ല. ആ മാതൃഭൂമിയുടെ പഴയ സത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാതൃഭൂമി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സാഹിത്യ മേഖലയിൽ അത് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അതങ്ങനെ പറഞ്ഞു പോയത്. നമ്മുടെ ആനുകാലിക പാരമ്പര്യത്തെക്കുറിച്ചൊരു ഇത് നടത്തുന്നുണ്ട്. കേരളത്തിലെ കേസരി എന്ന് പറയുന്നത് ഒരു പ്രക്ഷോഭ ആനുകാലികമാണ് എന്നാണ്, നമ്മുടെയൊക്കെ ഒരു മൂല്യമൂർത്തി കൂടിയാണ് കേസരി ബാലകൃഷ്ണപിള്ള നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ അന്നത്തെ ഭാഷാഭൂഷണിയും ഒക്കെ എടുത്ത് ഞാൻ അളന്നു നോക്കി അതിൽ സ്ഥാപിക്കുന്നുണ്ട്, ഭാഷാഭൂഷണിയേക്കാൾ സാഹിത്യ ഉള്ളടക്കം കേസരിയിലുണ്ടായിരുന്നു. ഭാഷാഭൂഷണിയേക്കാൾ മികച്ച സാഹിത്യ സംഭാവന കേസരി തന്നുകൊണ്ടിരുന്നു. കേസരി പൊതുവിഷയ ആനുകാലികമായിരുന്നു, പക്ഷേ സാഹിത്യത്തെ ഏറെ മാനിച്ചിരുന്ന പൊതുവിഷയ ആനുകാലികം. ഭാഷാഭൂഷണി സാഹിത്യ ആനുകാലികം എന്ന് നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ തന്നെ അതും ഒരു പൊതുവിഷയ ആനുകാലികമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഭാഷാഭൂഷണി ഒരു അഭ്യർത്ഥന പോലും നടത്തുന്നുണ്ട്. എങ്ങനെ? ഞങ്ങൾ സാഹിത്യ ആനുകാലികമാണ് എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് അയച്ചു കിട്ടുന്ന സൃഷ്ടികളിൽ 3/4 ഭാഗവും സാഹിത്യം മാത്രമായി മാറിയിരിക്കുന്നു. ഞങ്ങൾക്ക് മറ്റു വിഷയങ്ങൾ തരൂ, ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം എന്നുള്ള വിഷയങ്ങൾ തരൂ എന്ന് പറഞ്ഞ ഒരു അഭ്യർത്ഥന പോലും പുറപ്പെടുവിച്ച ഒരു മാസികയാണ് നമ്മൾ സാഹിത്യ മാസിക എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചു കാലം സാഹിത്യത്തെ നമുക്ക് പരിചയപ്പെടുത്തിയപ്പോൾ നമുക്ക് തോന്നിയ സ്നേഹം കൊണ്ട് അതിനൊക്കെ സാഹിത്യ മാസിക എന്നും വിളിച്ച് സാഹിത്യം വിൽക്കലാണ് മാസികകളുടെ ജോലി എന്ന് പറഞ്ഞ് ലോകത്തെ അളക്കാനുള്ള ഞാനും സാഹിത്യകാരനാണ്, ലോകത്തെ അളക്കാനുള്ള ഒരു സാംസ്കാരിക മാനദണ്ഡം സാഹിത്യമല്ല, വേറെ എത്രയോ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് മറ്റേ ഒരു ആനുകാലികം പ്രസക്തമാകുന്നത്, ചരിത്രത്തിൽ സംസ്കാരത്തിൽ ഇടം പിടിക്കുന്നത്. മാതൃഭൂമിക്ക് അവരുടെ സ്വത്വം തിരിച്ചറിയാൻ പോലും ഒരു കാഴ്ചപ്പാട് കൊടുക്കുന്ന ചില കണ്ടെത്തലുകൾ അതിലുണ്ട്. ഇതാണ് അതിൻ്റെ കണ്ടെത്തൽ. അതായത് നമ്മുടെ ആനുകാലിക പാരമ്പര്യം സാഹിത്യാനുകാലികത്തിന്റെ അതല്ല, പൊതുവിഷയ ആനുകാലികത്തിൻ്റെതാണ് എന്ന് ആദ്യമായി പറയുന്ന പഠനം അതാണ് പഠനപരമായിട്ട് അക്കാദമിക്കായിട്ട് അതിന്റെ മികവ്. പിന്നെ ഇതിന്റെ ഒരു പ്രബന്ധമായിട്ടാണല്ലോ വരുന്നത്. ഇതിന്റെ വിശദീകരണമാണ് ആ പ്രബന്ധത്തിലുള്ളത്. ആ പുസ്തക രൂപത്തിലാക്കി, പ്രബന്ധത്തിന്റെ കുറച്ച് ഘടകങ്ങൾ നീക്കി ലളിതമാക്കി പുസ്തക രൂപത്തിലാക്കി കുറഞ്ഞൊരു സാധനം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമി ഒരു സാംസ്കാരിക വായന, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒരു സാംസ്കാരിക വായന എന്നാണ് അതിന്റെ പേര്. മാധ്യമ വിമർശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മാധ്യമ വിമർശം അത് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് എന്ന് തോന്നി അതിലേക്ക് ഊന്നിയ സമയത്ത് അതിനേറെ സഹായിച്ച ഒരാള്
ഡോക്ടർ തോമസ് ഐസക്കാണ്. തോമസ് ഐസക്ക് പറഞ്ഞു, അതൊരു പ്രത്യേക വിഷയമാണ്, അതൊരു ശാസ്ത്രം തന്നെയാണ്, അത് വേണ്ട തരത്തിൽ അത് പഠിക്കേണ്ടതാണ്. ഞാനൊരാളെ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡോക്ടർ മഞ്ജുളയെ ഏർപ്പാടാക്കുകയും അവരെനിക്ക് അതിന്റെ ബേസിക്സ് പറഞ്ഞു തരികയും ചെയ്തു. അങ്ങനെ മാധ്യമ വിമർശം എന്ന് പറയുന്നത് ഒരു കല കൂടിയാണ്. മാധ്യമ പഠനങ്ങൾ എന്ന് പറയുന്ന ഏരിയയിൽ ഞാൻ പ്രവേശിച്ചു. എന്നിട്ടാണ് ഞങ്ങള് ഈ നൂറ്റാണ്ടിന്റെ ആദ്യത്തെ പതിറ്റാണ്ട്, അത് ആ സമയത്തെ മാധ്യമങ്ങളെ പഠിച്ചുകൊണ്ട് ഒരു പുസ്തകം ഞാനും ഡോക്ടർ തോമസ് ഐസക്കും ചേർന്ന് എഴുതി. അതാണ് വ്യാജസമ്മതിയുടെ നിർമ്മിതി എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം ഇപ്പോഴും മാധ്യമ വിഷയങ്ങൾ പഠിക്കുന്ന എല്ലായിടത്തും അതൊരു റഫറൻസ് പുസ്തകമായിട്ട് വെച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അതാണ് മാധ്യമ മേഖലയിൽ എൻ്റെ ഒരു ഇത്. പിന്നീട് മറ്റൊരു പുസ്തകം ഞാൻ തനിയെ എഴുതിയിട്ടുള്ളത്, കാണികൾ നമ്മളെ എന്തറിയുന്നു എന്ന് പറഞ്ഞ് വിവിധ സമയത്ത് മാധ്യമ വിമർശപരമായിട്ട്, മാധ്യമ വിമർശം എന്ന് പറയുമ്പോൾ മാധ്യമത്തെ ചീത്ത പറയുക എന്നല്ല, മാധ്യമത്തെ വിലയിരുത്തുകയും അതിലേക്ക് വേണ്ട കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും നല്ല ഒരു മാധ്യമ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം, അതിനുള്ള മാർഗദർശനം നൽകുകയും ചെയ്യുന്ന ഇടപെടലുകളാണ്. അത് കാണികൾ നമ്മൾ എന്തറിയുന്നു എന്ന പേരിലൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ സമാന്തരമായിട്ട് കവിത കൊണ്ടു നടക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. ചില പുസ്തകങ്ങൾ ആ രീതിയിലും വന്നിട്ടുണ്ട്. പച്ച പറ്റുമ്പോഴും എന്ന് പറഞ്ഞ് NBS ഒരു കവിതാ സമാഹാരം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. മറവിതൻ ഓർമ്മ എന്ന് പറഞ്ഞ് DC ഒരു കവിതാ സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട്. പാടുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞ് പ്രഭാത് ബുക്കേഴ്സ് ഒരു കവിതാ സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുണ്ട്, ഒരാശയവും സ്വയം പൂർണ്ണമല്ല, ഒരു പ്രയോഗവും സ്വയം പൂർണ്ണമല്ല എന്ന് പറഞ്ഞു. നമ്മൾ നമ്മുടെ മനനത്തിൽ കിട്ടുന്ന കുറച്ച് കവിതകൾ നിങ്ങൾക്ക് ജനത്തിന് കൊടുക്കുക, തിരിച്ചും അങ്ങനെ എടുക്കുക എന്നല്ല. നമ്മുടെ ഭാഷയിൽ നിൽക്കരുത് കവിതയ്ക്ക് ലോകമാതൃകകളുണ്ട്. അത് ചിലപ്പോൾ ഇംഗ്ലീഷ് വായിച്ചാൽ നമ്മുടെ ആളുകൾക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അതത് ഭാഷകൾ വായിക്കുന്നവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത് പക്ഷെ ലോകത്തിന്റെ പൈതൃകമാണ്, അതിന് നമുക്കും അവകാശമുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന മറ്റിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പാബ്ലോ നെരൂദയുടെ പ്രണയ കവിതകൾ എൻ്റെയൊക്കെ കൗമാരത്തെ ഏറ്റവും അധികം ആവേശിച്ച സച്ചിമാഷിലൂടെയാണ്. അത് പാബ്ലോ നെരൂദയാണ്. ഞങ്ങൾ പറയും, ഞങ്ങളെയൊക്കെ തെരുവിലെ രക്തത്തിലേക്ക് വിളിച്ചിറക്കിയ കവി എന്ന് പറയും പാബ്ലോ നെരൂദയുടെ പ്രണയ കവിതകൾ, അദ്ദേഹത്തിന്റെ വിപ്ലവ കവിതകളാണ് കേരളത്തിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രചരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രണയ കവിതകൾ അത് ഞാൻ സെലക്ട് ചെയ്ത് അത് കൊടുത്തിട്ടുണ്ട്. പാബ്ലോ നെരൂദ ആദ്യത്തെ സമാഹാരം നേരത്തെ ഇറങ്ങുന്നുണ്ട്, രണ്ടാമത്തെ സമാഹാരമാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അത് 19 വയസ്സിലായിരുന്നു. 20 പ്രണയ കവിതകളും ഒരു നിരാശ ഗീതവും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. അത് സ്പാനിഷ് ഭാഷയെ ഞെട്ടിച്ചത് അതിന്റെ രതിപരത കൊണ്ടാണ്. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ഒരു കവി കൂടിയാണ്, അങ്ങനെ എഴുതി. അതുപോലെ തന്നെ സാഫോ എന്ന് പറയുന്ന കവി, അവര് ലെസ്ബിയനിസത്തിന്റെ ആദ്യത്തെ ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കവിതകളൊക്കെ നശിപ്പിക്കപ്പെട്ടു. പക്ഷെ അവിടെയും ഇവിടെയും ഒക്കെ ചില പ്ലേറ്റുകളിലൊക്കെ രേഖപ്പെടുത്തി കിടന്ന്, പിഞ്ഞാണങ്ങളിലൊക്കെ രേഖപ്പെടുത്തി കിടന്ന കുറച്ച് കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ട് അതാണ് ഇപ്പൊ അവരുടെ കവിതയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അങ്ങനെയുള്ള കവിതകളുടെ ഒരു സമാഹാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അത് നീ തൊട്ടു ഞാൻ തീനാമ്പായി, സാഫോ കവിതകൾ എന്ന് പറഞ്ഞിട്ടാണ്. അതിലൊരു കവിതയാണ് നീ തൊട്ടു ഞാൻ തീനാമ്പായി എന്ന്. അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോയി നമുക്ക്. അപ്പോ ഗീതങ്ങളുടെ ഗീതം ശോഷനയുടേത് എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും തന്നെ വായിച്ചിട്ടുള്ള, വേദപുസ്തകത്തിൽ വായിച്ചിട്ടുള്ള ഉത്തമ ഗീതം, അത് ഞാൻ അതിനൊരു പുനരാവിഷ്കാരം നിർവഹിച്ചിട്ടുണ്ട്. പുനരാവിഷ്കാരം കവിതയായിട്ടാണ് നിർവഹിച്ചിരിക്കുന്നത്. ഉത്തമ ഗീതം എന്ന് പറയുന്നത്, ഉത്തമഗീതം ശലോമോന്റേത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അല്ല, അതൊരു നായികയുണ്ട്, ആ നായികയുടേതാണ് എന്നാണ് പറയുന്നത്. അതാണ് ഗീതങ്ങളുടെ ഗീതം ശോഷനയുടേത് എന്ന് പറഞ്ഞ പുസ്തകം. ചിന്ത പബ്ലിഷേഴ്സാണ് പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നെ ഈ കവിതയിൽ താല്പര്യമുള്ള എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഗീതാഞ്ജലി, അത് ഞാനും മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. പദ്യമായിട്ട്, കവിതയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഗീതാഞ്ജലിയൊക്കെ തർജ്ജമ ചെയ്യുമ്പോൾ അത് ഒരുപാട് പേര്, ശങ്കരക്കുറുപ്പ് മുതൽ
ഒരുപാട് പേര് മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതുണ്ട്. അത് എപ്പോഴും എവിടെ കിടന്നാലും തനിയെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓടക്കുഴലാണ്. അതെടുത്ത് ചുണ്ടിൽ വെച്ചാൽ എനിക്കും ഒരു പാട്ടുകാരനാവാമല്ലോ എന്ന് തോന്നി ഞാനത് ചെയ്തതാണ് എന്ന് പറയാറുണ്ട്. ഗീതാഞ്ജലി ചിന്ത ഇറക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഋതുസംഹാരം, കാളിദാസന്റെ മനോഹരമായ പുസ്തകങ്ങളുണ്ട്. ഏറ്റവും നല്ലത് സന്ദേശമായിരിക്കാം, ഏറ്റവും ഗഹനമായത് രഘുവംശമായിരിക്കാം. പക്ഷേ ഏറ്റവും അപഹസിക്കപ്പെട്ട കാളിദാസന്റെ ഒരു കൃതിയുണ്ട്. അദ്ദേഹം യൗവനകാലത്തും കണ്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞ്, അപക്വമാണ് എന്ന് പറഞ്ഞ്, അതിലൈംഗികതയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പോലും ചിലർ വാദിക്കുന്ന ഒരു കൃതിയാണ് ഋതുസംഹാരം. മനോഹരമായ ഒരു കാൽപ്പനിക കവിതയാണ്. നമ്മൾ കവിത എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ നിന്നോ ഐതിഹ്യങ്ങളിൽ നിന്നുള്ള നായകന്മാരെയും നായികമാരെയും മാത്രം വാഴ്ത്തിയിരുന്ന ഒരു കാലത്ത് ഋതുക്കൾ മാറുന്നു. അതെങ്ങനെയാണ് ഒരു മനുഷ്യനെ ബാധിക്കുന്നത് എന്ന് എഴുതിയ ഒരു മനോഹാരിത ഏത് കാലത്താണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ആ കവിത കാളിദാസൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ടും കാളിദാസന്റെ മറ്റ് കവിതകളുടെ മൂലം ധ്വനികൾ അതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും ഞാനത് പരിഭാഷപ്പെടുത്തി. അതാണ് ഋതുസംഹാരം. പിന്നെ ഖലീൽ ജിബ്രാന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനും മനോഹരമായ തർജ്ജമകളുണ്ട്. പക്ഷേ എൻ്റെ തലമുറയിൽ നിന്ന് ഒരാൾ തർജ്ജമ ചെയ്യേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കിയ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് എൻ്റെ ഒരു പുനരാവിഷ്കാരം, തർജ്ജമ തന്നെ മലയാളത്തിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ എന്നല്ല അതിൻ്റെ പേര്, മുമ്പേ വിളിച്ചു പറയുന്നവൻ എന്നാണ്. പ്രവാചകൻ എന്നത് വേണ്ട അർത്ഥത്തിലും വേണ്ടാത്ത അർത്ഥത്തിലും ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ ധ്വനന ശേഷി നശിച്ചൊരു വാക്കാണ് മലയാളത്തിൽ. ഒരു പ്രവാചകനും പ്രവചിക്കാനാവില്ല, ഇതാ ഭാഗ്യം അടുത്തിരിക്കുന്നു എന്ന് ഭാഗ്യക്കുറി വിൽക്കുന്നവർ വരെ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് അത് മാറിയത് കൊണ്ട് പ്രവാചകന് ഞാൻ മലയാളം കൊടുത്തത് മുമ്പേ വിളിച്ചു പറയുന്നത്, കാര്യങ്ങൾ മുമ്പേ വിളിച്ചു പറയുക. അത് ദൈവിക ശേഷി കൊണ്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ കാര്യങ്ങൾ കണ്ട് അറിഞ്ഞ് മുൻപേ വിളിച്ചു പറയുന്ന ആളുകൾ സമൂഹത്തിൽ മുഴുവനുണ്ട്. അതുപോലെ ഒരാൾ പറയുന്നു പ്രവാചകൻ. അതാണ് ഖലീൽ ജിബ്രാന്റെ. അങ്ങനെ ഒരു പുസ്തകവും ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ പരിഭാഷകളും പുനരാവിഷ്കാരങ്ങളും ഒക്കെ ആയിട്ട് പോകും. ഞാൻ അത്യാവശ്യം ഗാനങ്ങൾ എഴുതുന്നുണ്ട്. കവിത എഴുതുന്നവർ ഗാനത്തിൽ കൈവച്ചുകൂടാ എന്ന് വിചാരിക്കുന്നുണ്ട്. ONV കുറിപ്പ് ആ പാട്ടെഴുത്തും കൂടി നിർത്തി കവിത എഴുതിയിരുന്നെങ്കിൽ എന്ന് പറയുന്നവരുണ്ട്. മാഷ് തന്നെ അതിനെ കളിയാക്കാറുണ്ട്. വയലാറ് പാട്ടെഴുതിയുകൊണ്ട് പാട്ട് നന്നായി കവിത പോയി എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം പാട്ടുകളൊക്കെ ചിലതൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്ന് അതിൽ നിന്ന് ഒരു പാട്ട് പുസ്തകം തന്നെ ഉണ്ട്. അത് സാർവദേശീയ ഗാനങ്ങൾ, ലോകമെമ്പാടും പല ആളുകളും പല ഘട്ടത്തിലും പാടിയിട്ടുള്ള പാട്ടുകൾ, അത് മലയാളത്തിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ടാഗോറൊക്കെ ഒരു പാട്ടുകാരൻ കൂടിയാണ്. ബംഗാളി വിഭജിക്കുമ്പോൾ അതിനെതിരെ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് തെരുവിൽ പാടാൻ വേണ്ടി എഴുതിയ പാട്ടാണ് ഈ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായിട്ട് ഇപ്പം മാറിയിരിക്കുന്ന പാട്ട്. വേണ്ട സമയത്ത് മുദ്രാവാക്യം വിളിക്കുകയും തെരുവിലിറങ്ങി നടക്കുകയും പാട്ട് പാടുകയും അല്ലെങ്കിൽ പാട്ട് പാടിക്കുകയും ചെയ്തിട്ടുള്ളവർ കൂടിയാണ് കവികൾ. അപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നതോ പോസ്റ്റർ എഴുതുന്നതോ പ്രസംഗിക്കുന്നതോ ഒരു കവിക്ക് തിരക്കേടാണ് എന്ന് കരുതുന്നവർക്ക് മുമ്പിൽ ഞാൻ അങ്ങനെ ഒരു നിലപാടും കൂടി എടുത്തിട്ടുണ്ട്. പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു പാട്ട് വന്നിട്ടുള്ളത്, ഞാനത് ഏഷ്യാനെറ്റിലുള്ളപ്പോഴാണ്. 98 IM വിജയനെ കുറിച്ചൊരു ഡോക്യുമെന്ററി ഇറക്കി. IM വിജയൻ എൻ്റെ വീടിൻ്റെ അടുത്ത് 2 റോഡ് അപ്പുറത്ത് ഉള്ള പ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ്. എന്നെക്കാട്ടിലും 10 വയസ്സോളം കുറവുള്ള ഒരാളാണ്. അദ്ദേഹം വളരുന്നതും ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഉള്ള ചെറിയാൻ ജോസഫ്, തൊട്ടടുത്ത് തന്നെയുള്ള ചെറിയാൻ ജോസഫാണ് ഇത് ചെയ്തത്. അപ്പോൾ ചെറിയാൻ ജോസഫ് എന്തൊക്കെയോ ആലോചിച്ചിട്ട് എന്നെ വിളിച്ചു, അതിൻ്റെ തിരക്കഥ നമുക്ക് ചെയ്യണം. അപ്പോൾ രവീന്ദ്രദാസും ഞാനും ചേർന്ന് അതിൻ്റെ തിരക്കഥ ചെയ്തു. അപ്പോൾ വിജയനെ സാംസ്കാരികമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു ഇതാണ്. 98 തന്നെ വിജയന്റെ സ്വത്വം എന്താണ് എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു ഇത് ചെയ്യുമായിരുന്നു. അതൊരു സംഗീത ഡോക്യുമെന്ററി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിൽ കുറച്ച് പാട്ടുകൾ ഉൾപ്പെടുത്തി. വിജയന്റെ സ്വത്വമാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. വിജയന്റെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ദളിത് ആവാസ മേഖലയിൽ ആണ് വിജയൻ ജനിച്ചതും വളർന്നതും താമസിക്കുന്നതും അപ്പോഴും താമസിച്ചുകൊണ്ടിരുന്നതും. ഇപ്പോഴും വിജയന്റെ വീട് അവിടെ ഉണ്ട്. ആ മേഖലയിൽ ആളുകൾ
വീരന്മാരെ കുറിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാടാൻ സ്വന്തം പാട്ടുകൾ ഉണ്ടാക്കി പാടുന്ന ഒരു കൾച്ചറൊക്കെ അവർക്കുണ്ട്. അവർക്ക് അതിന്റെ അനുഷ്ഠാനങ്ങളുണ്ട്. വിജയൻ ഉൾപ്പെടുന്ന ആളുകൾക്കും അത്തരം ഉണ്ട്. അങ്ങനെയുള്ള പാട്ടുകൾ അവരെ കൊണ്ട് പാടിച്ച് ആ രീതിയിൽ ആ കൾച്ചർ നിന്നുപോയി. ഇപ്പൊ അതില്ല. വിജയനെ കുറിച്ച് ആ കൾച്ചറിൽ പാട്ടുണ്ടാക്കിയ എങ്ങനെ ഇരിക്കും? അങ്ങനെ നമ്മളൊക്കെ ഇറങ്ങിപ്പോയി. ഒരു ഗോത്രവർഗ പാട്ടുകാരനായിട്ട് ഞാൻ ആ പാട്ട് എഴുതി. അങ്ങനെയുള്ള പാട്ടുകളും അത് വളരെ പ്രസിദ്ധമായിരുന്നു. അന്നത് പത്രങ്ങളിലൊക്കെ തലക്കെട്ട് കൊടുക്കുമായിരുന്നു. ആരാര് പാടും വിജയന്റെ തോറ്റം, ആരാര് കേൾക്കും ഈ വീറുറ്റ തോറ്റം എന്ന് പറഞ്ഞിട്ട് അതിലൊരു പാട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എന്തോ ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കും. അല്ല, ആരാര് പാടും ചെന്തെങ്ങിന്റെ, ആരാര് വെട്ടും ചെന്തെങ്ങിന്റെ ഓല, ആരാര് മെടയും ചെന്തെങ്ങിന്റെ ഓല എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പാട്ടുണ്ട്. വേട്ടുവൻ കണ്ടൻ വെട്ടും ചെന്തെങ്ങിന്റെ ഓല, വേട്ടുവത്തി കാളിമെടയും ചെന്തെങ്ങിന്റെ ഓല. ആ പാട്ടിന്റെ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പോ അങ്ങനെയുണ്ട്. പക്ഷെ അത് 98 അങ്ങനെ ചെയ്തു എന്ന് വെച്ചുകൊണ്ട് പാട്ടിന്റെ പുറകെ പോവുകയും ഇത് നിർത്തുകയും പാട്ടുവഴിയിലേക്ക് തിരികുകയും ചെയ്ത ഒരാളല്ല ഞാൻ. ഒരാവശ്യം വന്നു, അന്ന് അങ്ങനെ ചെയ്തു, അത് വിട്ടു. പിന്നീട് കുറെ കാലത്തിന് ശേഷം ഞാൻ ഷൈജു അന്തിക്കാട് ചെയ്തൊരു പടമുണ്ട്, സീൻ 1 ഞങ്ങളുടെ വീട്. തിലകൻ എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തിന്റെ അവസാനത്തെ ചിത്രമാണത്. അതിൽ എൻ്റെ ഒരു പാട്ടുണ്ട്. അതില് ഈ നായകന്റെ, അയാളൊരു പരാജയപ്പെട്ട് പിന്നെ വിജയിക്കുന്ന സിനിമാ സംവിധായക മോഹിയാണ്. അയാളുടെ കഥയാണ് അത് പറയുന്നത്. അയാളുടെ രക്ഷകനായിട്ടുള്ള ആള് മരിച്ചു പോകും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുന്നവർക്ക് അത് യൂട്യൂബിൽ പോയാൽ കാണാൻ പറ്റുള്ളൂ. കാരണം ആ പാട്ടിന്റെ 4 വരിയെ സിനിമയിലുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പാട്ടും ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി എനിക്കുണ്ട്. ഈ സിനിമ കാലോഹരിൺ, അതിനെക്കുറിച്ച് ഒന്ന് പറയേണ്ടതുണ്ട്. കാലോഹരിൺ അന്ന് ചെയ്തിട്ട് അതൊരു ചരിത്രമായിരുന്നു. ആ സിനിമയിൽ പാട്ടുകൾ നമ്മൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു ഫുട്ബോളർ കൂടിയായ രാഘവൻ മാഷ് അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തിൽ അവസാനമായിട്ടാണ് ഇതിന് ട്യൂൺ ചെയ്യാൻ വരുന്നത്. വലിയ ആവേശത്തോടു കൂടി വരികയും പൂർണ്ണമായി സഹകരിക്കുകയും മുഴുവൻ മനസ്സുമിട്ട് ചെയ്യുകയും ചെയ്തു. മനോഹരമായ ഗാനങ്ങൾ ചെയ്യാൻ പറ്റി. ഇത് അരമണിക്കൂറുള്ളൊരു ഡോക്യുമെന്ററി ആണ്. പക്ഷെ ആ ചിത്രം മലപ്പുറത്തൊക്കെ സാധാരണ തിയേറ്ററിൽ ഷോയ്ക്ക് ഇടയിൽ കളിക്കുകയും ആളുകൾ ടിക്കറ്റ് വെച്ച് കയറി ആ സിനിമ കാണുകയും ചെയ്തു. ആ സിനിമ 98 കഴിഞ്ഞു. ഇപ്പോൾ 25 കൊല്ലം ഒക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അത് എൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് കാലോഹരിന് വേണ്ടിയുള്ള ആ ഒരു ശ്രമങ്ങൾ. മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പത്രം മരിക്കുമോ, ടെലിവിഷൻ മരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത് വായനയുടെ കാര്യത്തിലുമുണ്ട്. പുസ്തകം മരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളും അങ്ങനെ ഉയരുന്നുണ്ട്. അങ്ങനെയാണോ നമ്മൾ കാണേണ്ടത് എന്ന കാര്യത്തിൽ സംശയമുള്ള ഒരാളാണ് ഞാൻ. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജീവിച്ചതുപോലെ നാളെ ജീവിക്കാൻ പറ്റില്ല, ഇന്നലെ ജീവിച്ചതുപോലെ ഇന്ന് ജീവിക്കാൻ പറ്റില്ല. പുതിയ കരുക്കളും ഉപാധികളും വരും. മനുഷ്യരതിലേക്കൊക്കെ പോകും. അത് ഒരുപാട് സ്ഥലത്ത് ദുരുപയോഗിക്കപ്പെടുകയായിരിക്കും ചെയ്യുക. അതിന്റെ ഉടമകൾ തന്നെ അതിന്റെ ദുരുപയോഗം ഉറപ്പുവരുത്തും. ദുരുപയോഗപ്പെടുത്താനുള്ള രീതിയിലായിരിക്കും പലതും നമ്മൾ ആവിഷ്കരിക്കുക. പക്ഷേ എവിടെയോ അതിന്റെ സദ് ഉപയോഗം കിടപ്പുണ്ട്. അത് കണ്ടെത്താൻ എല്ലാ സമൂഹത്തിനും പ്രവർത്തിക്കുന്ന മൂല്യങ്ങളുണ്ട്. ഞാൻ ആ മൂല്യങ്ങളിലൊക്കെ വിശ്വസിക്കുകയാണ്. ഇപ്പോ വാർത്ത മാറിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുമ്പൊക്കെ വാർത്തയുടെ സാമൂഹ്യ മൂല്യമാണ് വാർത്തയുടെ വില നിശ്ചയിച്ചിരുന്നത്. ഇപ്പൊ വാർത്തയുടെ വിനോദ മൂല്യമാണ്, വാർത്തയുടെ വിവാദ മൂല്യമാണ് വില തീരുമാനിക്കുന്നത്. വിവാദം വിറ്റ് ആളുകളെ ആകർഷിച്ച് ജീവിക്കുന്ന തരത്തിലേക്ക് മാധ്യമ പ്രവർത്തകർ മാറുന്നു, മാധ്യമ സ്ഥാപനങ്ങൾ മാറുന്നു, മാധ്യമ മൂലധനം അങ്ങനെ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഉള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് തീർച്ചയായും ഒരു മോശം മാധ്യമ കാലം തന്നെയാണ്. പക്ഷേ ഇതിങ്ങനെ തന്നെ തുടരും. ജീർണതയിൽ നിന്ന് ജീർണതയിലേക്ക് പോയിട്ട് മഹാജീർണതയായിട്ട് സമൂഹം അവശേഷിക്കും. അങ്ങനെ വീണുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സംസ്കാരം എവിടെയെങ്കിലും വെച്ച് തിരിഞ്ഞു നിൽക്കും. അതിനെ വീണ്ടെടുക്കാനുള്ള കഴിവുണ്ട്, അതിന് സ്വയം പുതുക്കാനുള്ള കഴിവുണ്ട്, അതിന് തെറ്റുകൾ തിരുത്തി ശരിയെ ഉയർത്തിപ്പിടിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ എനിക്ക് ദുഃഖമുണ്ട്. അത് മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ കുട്ടിയുടെയും കയ്യിലേക്ക് തെറ്റായ വാർത്തകൾ, ആവശ്യമില്ലാത്ത വാർത്തകൾ എത്തിക്കുന്ന മാധ്യമങ്ങൾ പരാജയപ്പെടും. ശരിയായ വാർത്തകൾക്ക് വേണ്ടി മാധ്യമങ്ങൾ വിശക്കുകയും മത്സരിക്കുകയും ചെയ്യുന്ന കാലം വരും.
ആളുകൾ ശരിയായ വാർത്തകൾ വായിക്കും, ശരിയായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിനോദ പരിപാടികൾ കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ജീവിത പങ്കാളി തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. ഗിരിജ കടവത്ത് എന്നാണ് അവരുടെ പേര്. അവർ ഇൻഫർമേഷൻ കേരള മിഷനിൽ സീനിയർ ടെക്നിക്കൽ ഓഫീസറായിട്ട് വിരമിച്ചു. ഇപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ വിരമിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഗിരിജ കടവത്ത്. എൻ്റെ കൂടെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ താമസം. എനിക്ക് ഒരു മകളാണുള്ളത്, മീര. ഇപ്പോൾ ഡോക്ടർ മീര സി. മീര ഇപ്പോൾ പമ്പ കോളേജിൽ, പമ്പ പരുമല DB കോളേജിൽ അധ്യാപികയാണ്, ഇംഗ്ലീഷ് അധ്യാപികയാണ്. മീര പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PhD എടുത്തത്. ഇംഗ്ലീഷാണ് വിഷയം. മീര ഇപ്പോൾ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ കഴിയുന്നൊരു കുടുംബമാണ് എൻ്റേത്. 2005 എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടാണ് ഞാൻ കൈരളി ന്യൂസിൽ പ്രവേശിക്കുന്നത്. അന്ന് പീപ്പിളായിരുന്നു. പിന്നീട് അത് കൈരളി ന്യൂസ് എന്ന് പറഞ്ഞ് അത് പുനർനാമകരണം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഇടക്കാലത്ത് ഞാൻ ന്യൂസ് ഡയറക്ടറായിട്ട് മാറി. ഞാൻ വരുന്ന സമയത്ത് ന്യൂസ് ഡയറക്ടറായിരുന്നത് പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക മേഖലകൾ മാറുന്നതനുസരിച്ച് കൈരളിയിൽ നിന്ന് വിട്ടുപോയി. ആ ഘട്ടത്തിലാണ് ഞാൻ ന്യൂസ് ഡയറക്ടറായിട്ട് മാറി പ്രവർത്തിച്ചത്. അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ, 60 വയസ്സാണ് കൈരളിയിലെ വിരമിക്കുന്ന പ്രായം. ആ വിരമിക്കുന്ന പ്രായം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഫലത്തിൽ ആ സർവീസിൽ അങ്ങനെ നിൽക്കുന്നില്ല. ഞാനിപ്പോൾ ന്യൂസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറുകയും ഇപ്പോൾ കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം കൺസൾട്ടൻ്റ് ആണ്, മുഴുസമയ ജോലി തന്നെയാണ്. കൺസൾട്ടൻ്റായിട്ട് കൈരളിയിൽ സേവനം തുടരുകയും ചെയ്യുകയാണ്. ഞാനിപ്പോൾ 64-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ദിവസവും ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകനായിരിക്കുന്നു. അതിൽ സന്തോഷിക്കുന്നു.